എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. സന്തോഷത്തോടെ, ഏറെ ഇഷ്ടത്തോടു കൂടി ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും എങ്ങനെയാ പറയാന്നറിയില്ല. സംതിങ് ഹാപ്പനിങ് സംവെയർ, അത്രേ ഉള്ളൂ. എന്താണെന്നൊന്നും എനിക്കും അറിയില്ല. എവിടേക്കോ ദൈവം എന്താ പറയാ, അതിന് പാത്രീഭൂതരായവരെ അല്ലെങ്കിൽ അതിന് അർഹരായവരെ എല്ലാം കനിഞ്ഞ് അനുഗ്രഹിക്കുന്നത് തന്നെയുണ്ട്. അതിൽ യാതൊരു തർക്കവും. അതായത് നമ്മളെപ്പോഴും പറയാണ്ട്, ലളിതമായി പറഞ്ഞാൽ, പാത്രം തയ്യാറാക്കി വെച്ചവന് അന്നം ലഭിക്കുന്നത് തന്നെയുണ്ട്. അത് തയ്യാറാക്കാൻ സാധിക്കാത്തവർക്ക് ലഭിച്ചത് താഴോട്ട് കളഞ്ഞു പോകുന്നു എന്ന് മാത്രമാണ്. അവരത് വാങ്ങിക്കാൻ അത് തയ്യാറായി വെച്ചില്ല. നമ്മൾ സാധാരണ പറഞ്ഞു, തുളയുള്ള പാത്രം വാങ്ങിച്ചു വെച്ചാൽ കിട്ടിയതും താഴോട്ട് പോകും എന്ന് പറയുന്ന പോലെ, പാത്രം തയ്യാറാക്കി വെക്കാത്തവർ മാത്രമേ ഇവിടെ ഒന്നും ലഭിക്കാത്തുള്ളൂ. പാത്രം തയ്യാറാക്കി വെച്ചവർക്ക് എല്ലാവർക്കും കിട്ടുന്നു. ഏത് അളവുള്ള പാത്രം വേണമെന്ന് തീരുമാനിച്ചവന് അതിനനുസരിച്ചും കിട്ടുന്നുണ്ട്. ഇത് ജീവിതത്തിലെ വലിയൊരു സത്യമാണ്. ഞാൻ പലപ്പോഴും ഈ യാത്രയിൽ എന്റെ മാറ്റം കൃത്യമായി എനിക്ക് മാറാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയതും, ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം പറഞ്ഞിരുന്നത്, മനസ്സിലാക്കിയതും ഞാൻ മാറിയതും, എനിക്ക് ഉണ്ടായ മാറ്റം, ഞാൻ മാറിയോ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അറിയില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനാണല്ലോ സന്തോഷം അനുഭവിക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്നെ കാണുമ്പോൾ അത് അറിയണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് കെയർ അബൌട്ട് ഇറ്റ്. എനിക്ക് മാറ്റം ഉണ്ടായി എന്ന് എനിക്ക് ഉറപ്പുള്ളതും ഞാൻ മാറിയതും ഒറ്റ കണ്ടീഷനിലാണ്, ഒരു കാര്യത്തിൽ നിന്നതുകൊണ്ടാണ്. ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ 100% ഏതൊരാൾക്കും മാറാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, അത് രാവിലെയുള്ള എഴുന്നേൽക്കൽ തന്നെയാണ്. ബാക്കിയെല്ലാം അതിന്റെ ഭാഗമായി വരുന്ന കാര്യം തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എന്തിനെങ്കിലും ശ്രമിച്ചോ, അത് ഉറപ്പായിട്ട് ലഭിക്കും. 100% ഇതാണ്. ബാക്കി എല്ലാ പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആദ്യത്തേതാണ് നമ്മുടെ ആ ലോകമഹായുദ്ധം നടക്കുന്ന സമയമുണ്ടല്ലോ, ആ ലോകമഹായുദ്ധത്തിൽ നിന്നും പുറത്ത് കടക്കുക. രാവിലെ ആണല്ലോ അത് ഏറ്റവും സംഭവിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി, അത് രാവിലെയാണ് സംഭവിക്കുക. അതിൽ നിന്നും പുറത്ത് കടന്നാൽ പിന്നെ എല്ലാ സാമ്രാജ്യങ്ങളും നമ്മുടെ കീഴിൽ തന്നെയാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞു തരും. 5 AM ക്ലബും 4 AM ക്ലബ്ബ് പോലുള്ള നമ്മുടെ തോട്ട്സിനെ എങ്ങനെയാണ് റിവോക്ക് ചെയ്തതെന്നും എങ്ങനെയാണ് നമ്മൾ മാറ്റിയതെന്നും ഒക്കെ. അപ്പൊ അതിന്റെ കുറെ മാറ്റങ്ങൾ എല്ലായിടത്തും കാണാനുണ്ട്. രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ വരുന്നവർ, ഇപ്പൊ ഞാനിപ്പോ പുതിയ മെഡിറ്റേഷൻ കൂടി ഞാൻ 3 മണിക്ക് എഴുന്നേക്കുന്നത്. അപ്പൊ 11 മണി തൊട്ട് 3 മണി വരെ ഉറക്കമുള്ളൂ. പക്ഷെ എന്നാലും നമുക്കത് ഒരു ഇതായി തോന്നില്ല. കാരണം ആ സമയത്തൊക്കെ എനർജൈസ് ആവുകയാണ്. ഓരോ തലങ്ങളിലേക്ക് കയറി പോകുമ്പോൾ നമുക്കറിയാതെ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതെല്ലാം ഒറ്റ കാര്യം നമുക്കറിയാലോ. നമ്മൾ എന്തോ ഒന്ന് നമുക്കറിയാത്തതിനെ നമ്മുടെ ഭാവനയിലോ ചിന്തയിലോ ഒതുങ്ങാത്തതിനെ നമ്മൾ പറയും അത് ദൈവമാണ് എന്ന് പറയും. അതുകൊണ്ട് തൽക്കാലം അവിടെ വെച്ച് നിർത്താം. ദൈവഹിതം എന്ന് പറഞ്ഞ് നിർത്താം. അതിനപ്പുറത്തേക്കും ഉണ്ട് കേട്ടോ. പക്ഷെ തൽക്കാലം നമുക്ക് അവിടെ വെച്ച് നിർത്താം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വളർത്തി വെക്കണമല്ലോ, അല്ലെങ്കിൽ ഇതിന് അനന്തതയായി ഇപ്പൊ ഇതിങ്ങനെ പോകും. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ ഒരു സ്റ്റുഡന്റുമായിട്ടുള്ള ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ ആകെ അവർ അതെങ്ങനെ ശരിയാവും, ദൈവം അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്കെല്ലാം പോയി എന്നുള്ള അവസ്ഥ വരും. തൽക്കാലം നമുക്ക് ദൈവമുണ്ട്, ദൈവം തന്നെയാണ് ഇതിനെല്ലാം ചെയ്തതെന്ന് മാത്രം വിശ്വസിച്ചു കൊണ്ടുപോകാൻ. അതിനപ്പുറത്തേക്കും ഉണ്ട് ശക്തികൾ, ഉണ്ടെന്നല്ല, നമുക്ക് ആ പടി കഴിയുമ്പോൾ അതിനപ്പുറത്തെ പടി കാണും, അതിന് പടി കഴിയുമ്പോൾ അതിനപ്പുറത്ത് കാണും. എന്തായാലും ഈ അനന്തത തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോ 18 പടി കയറി കഴിഞ്ഞാൽ 19ാമത്തെ പടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയാലും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇല്ല, അവിടെ നിർത്താം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തണമല്ലോ, അത്രമാത്രം വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു നിർത്തുന്നത്, നമുക്ക് ലഭിക്കാനുള്ളതിന് അർഹനായി നമ്മൾ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടുകൂടി എനിക്ക് മനസ്സിലായി, എനിക്ക് ചിന്ത തോന്നി, ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യന് എനിക്ക് ആകെ ഉണ്ടായ ഒരു ആഗ്രഹം, എനിക്കുണ്ടായ മാറ്റം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അത് ഏകദേശം അത്രയും ഒരുപാട് ആൾക്കാരിലേക്ക് അത് എത്തുന്നുണ്ട്, അവരിലെല്ലാം മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്തതൊന്നും വെറുതെ ആവുന്നില്ല എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ്. ബാക്കിയുള്ളവർ, ഇനിയിപ്പോ എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാറാം. എന്നെ തള്ളിയവരുണ്ടെങ്കിൽ അവരോടും പറയാം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിൽക്കാൻ യോഗ്യം അങ്ങനെ നിൽക്കാം, എന്തായാലും ഒരു കുഴപ്പമില്ല.
ലോകം ഇതുപോലെ ചലിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. അപ്പൊ ഇന്ന് നമുക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുള്ള ഒരു ആദ്യം അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ തന്നെ തുടങ്ങട്ടെ സർ? യെസ്, ഷുവർലി. അതൊരു ഭയങ്കര സർപ്രൈസ് അല്ലേ. ഞാനത് ഇങ്ങനെ, എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞു പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാറിന്റെ ശബ്ദം എനിക്ക് ശരിക്കും, കാരണം ആ ഒരു അത് എവിടുന്ന് വരുന്നത് അറിയോ? ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് സാർ തുടങ്ങാം. സാർ എനിക്ക് അയച്ച വോയിസിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ നോർമലി ഉള്ള സ്പീച്ച് അല്ലത്, ഒരു ടോക്ക് അല്ലത്. നിങ്ങളുടെ, അതായത് നമ്മുടെ ആത്മാവിന്റെ സംഗീതം എന്നൊക്കെ പറയില്ലേ, ഇത് വരുന്നത് ഇതിനകത്തുനിന്ന് വരുന്ന ഒരു സംഭവമാണ്. ആ അകത്തുനിന്നുള്ള ഇന്നർ വോയിസ് പുറത്തോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്കത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ബട്ട് ആ ഒരു പാത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അകത്ത് നിന്ന് വന്നതിനെയാണ് ഞാൻ ശരിക്കും ഇതായി കഴിഞ്ഞത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത്രയും കണക്ഷൻ, ഇന്നറായിട്ട് കണക്ഷൻ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് എനിക്കത് മനസ്സിലായത്. താങ്ക് യു സാർ. സാർ പറഞ്ഞു. സാർ, എനിക്ക് ഒരു 15 ദിവസത്തിന് മുമ്പ് ഒരു ചെറിയ പനി വന്നു. അപ്പൊ ഞാനത് ഇമ്മീഡിയറ്റ് തന്നെ ഇവിടെ അടുത്തുള്ള കാക്കനാടുള്ള ഒരു ക്ലിനിക്കിൽ കയറി മരുന്ന് വാങ്ങിച്ചു. 5 ദിവസത്തേക്ക് മരുന്ന് തന്നു. പനി അങ്ങ് മാറി. പക്ഷെ ചുമയും ജലദോഷവും ഇങ്ങനെ മാറിയിരുന്നില്ല, ഇങ്ങനെ കൂടെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ വിചാരിച്ചു എന്താണ് ഈ ചുമ മാറാത്തതെന്ന് ഒന്ന് നോക്കാന്ന് പറഞ്ഞൊരു കിഴക്കമ്പലത്തുള്ള ഒരു ക്ലിനിക്കിൽ കയറി. അപ്പൊ അവിടെ ഒരു ഫിസിഷ്യനെ കണ്ടു. അദ്ദേഹം ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോ സാധാരണ ഡോക്ടേഴ്സ് ചെയ്യും പോലെ കുഴൽ വെച്ചൊക്കെ നോക്കി, ലൈറ്റ് അടിച്ചൊക്കെ നോക്കി, എന്നിട്ട് പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തുകൊണ്ട് വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഭയങ്കര കുഴപ്പമാണ്, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആംബുലൻസ് പിടിച്ച് നേരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോകണം. ശ്വാസകോശത്തിൽ കഫം കെട്ടിക്കിടക്കുന്നു. ഇത് ഇപ്പോ ഈ ന്യൂമോണിയ വരുന്നത് അറിയാത്ത രീതിയിലാണ് വരുന്നത്, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു ആംബുലൻസ് പിടിക്കണോ? ഞാൻ അല്ലാതെ പോയത്, ഞാനൊരു സ്കൂട്ടറിലാണ് പോയത്. അത് പോരില്ല ആംബുലൻസിലേക്ക് കാറിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളി പറഞ്ഞ അനുസരിച്ച് അപ്പൊ തന്നെ ഒരു കാറിൽ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ പൾമനോളജിസ്റ്റിനെ കണ്ടു പുള്ളി നോക്കിയിട്ട് പറഞ്ഞു ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ, ഇത് നമുക്കൊരു CT സ്കാൻ ഇവിടെ എടുത്തിട്ട് ഫൈനലൈസ് ചെയ്യാം. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഇന്ന് മണി 3:30 പോയി. ഇപ്പൊ ഇനി ഞാൻ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, വെള്ളി ശനി ഞായർ 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക്, വെള്ളി ശനി ഞായർ തിങ്കൾ 4 ദിവസത്തേക്കുള്ള ഒരു ചെറിയ മെഡിസിൻ തരാം. 5ാം ദിവസം ചൊവ്വാഴ്ച രാവിലെ അഡ്മിറ്റ് ആകാൻ തയ്യാറായിട്ട് വരിക. അതിനിടയ്ക്ക് ECG പിന്നെ എന്താ പറയാ CT സ്കാനും കൂടെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തോണ്ട് ചെന്നു. പുള്ളി ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു വേറെ ഒന്നും നോക്കാനില്ല, നമുക്ക് അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാർ എന്താണ് കാരണം എന്നെ അഡ്മിറ്റ് ചെയ്യാൻ? അത് CT സ്കാനിൽ എഴുതിയിരിക്കുന്നു എന്താ പറയുക ന്യൂമോണിയ വരാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ അതുപോലെ ബ്രോങ്കൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പണ്ടെങ്ങാണ്ടോ 5-6 വർഷത്തിന് മുമ്പ് ഇത് വന്നിരുന്നു, പൂർണ്ണമായിട്ട് മാറിയില്ല. ഞാൻ പറഞ്ഞു എന്റെ അറിവിൽ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല, എന്നാൽ ശ്വാസം ഒന്ന് വലിച്ചു വിടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്, ഒരു 3 കിലോമീറ്റർ നടക്കാറുണ്ട്. അയ്യോ, ഈ ശ്വാസത്തിൽ ഇങ്ങനെ കഫം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ സാധാരണ രീതിയിലുള്ള പരിശോധനകൾ ഒക്കെ നടത്തി അവസാനം പുള്ളി തന്നെ തീരുമാനിച്ചു ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, ഈ കഴിച്ച മരുന്ന് 3-4 ദിവസം കഴിച്ചത് 6 ദിവസം കൂടെ കഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ CT സ്കാൻ എടുത്ത് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ സന്തോഷമായിട്ട് വീട്ടിൽ വന്നു. ഞാൻ കിടക്കാൻ വേണ്ടി പോയതാണ്. എനിക്ക് പിന്നെ നമ്മളെ എറണാകുളം മീറ്റിംഗിൽ വരാൻ പറ്റുമെന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പൊ ഞാനിതിൽ ചെയ്ത മെഡിസിൻ എന്ന് പറയുന്നത് IR5 ദിസ് സിറ്റുവേഷൻ എഴുതിക്കൊണ്ടിരുന്നു വെള്ളിയാഴ്ച മുതൽ. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള അഫർമേഷൻസും ആരോഗ്യത്തിന് വേണ്ടിയുള്ള അഫർമേഷൻസും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന ഇതായിരുന്നു എന്റെ മെഡിസിൻ. യഥാർത്ഥത്തിൽ ഡോക്ടറിനും അത്ഭുതമാണ്, ഡോക്ടറുടെ കൂടെ ഒരു 5 പേരുണ്ടായിരുന്നു, അവർക്കും അത്ഭുതമാണ്, എനിക്കും അത്ഭുതമാണ്. തീർച്ചയായിട്ടും അത് ഞാനതിന് കാണുന്നത് മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നും ലോകത്തില്ലേ. അതെ അതെ അതെ, അവർക്ക് സിംറ്റംസ് മാത്രമാണ്, നമ്മൾക്കാണ് ഈ റിയാലിറ്റി. ഈ 5 ഫ്ലോറും 6 ഫ്ലോറും കയറി ചെല്ലുമ്പോഴോ ഈ രാവിലെ കപാലവാതി ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് വിഷയമില്ലെങ്കിൽ അതെ അതെ അല്ലേ? അതെ. അപ്പൊ പുള്ളി എന്നെ, ഞാനിങ്ങനെ 1 മണിക്കൂർ രാവിലെ ഇങ്ങനെ മെഡിറ്റേഷൻ ഉണ്ടോ പുള്ളി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു, നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? അത് എന്താ പറയാ, ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ ഈ ഓക്കെ, താങ്ക് യു.
താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, പറഞ്ഞോട്ടെ. സുധാ പറഞ്ഞോ. ഞാൻ ഉഷയാണ് സാർ. പറഞ്ഞോ ഉഷ, പറഞ്ഞോ. സാർ നന്ദിയുണ്ട് ആദ്യം തന്നെ സാറിനോട്. ഇന്നലെ അഫർമേഷനിൽ ഞാൻ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. കാരണം സാർ എനിക്ക് യൂണിഫോമിന്റെ വർക്കുകൾ ഇപ്പൊ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം വർക്ക് വന്നപ്പോഴേക്കും ആള് കുറഞ്ഞു പോയി. ഇതിപ്പം 30-ാം തീയതി ആകുമ്പോഴേക്കും തീർത്തു കൊടുക്കേണ്ട വർക്കാണ് തന്നെ. അപ്പൊ രണ്ടുപേരുണ്ടായിരുന്നു, ഒരു ലേഡീസും ഒരാണുങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ആ ആണുങ്ങൾ പെട്ടെന്ന് തന്നെ എന്റെ കടയിൽ നിന്ന് ഒരുപാട് വർക്ക് വന്നപ്പോ എന്താണോ അദ്ദേഹത്തിനെ പറ്റിയെന്ന് അറിയില്ല, അദ്ദേഹം സ്വന്തമായിട്ട് തയ്ക്കാൻ പോവാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി, വേറെ മിഷനും വാങ്ങിച്ചിട്ട്. അപ്പൊ എനിക്ക് വല്ലാതൊരു സങ്കടമായിട്ട്, ഇത്രയും വർക്ക് കിടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് അങ്ങനെ നിൽക്കുമ്പോ അന്ന് ഞാനിങ്ങനെ മെഡിറ്റേഷനിൽ എല്ലാം ഇങ്ങനെ ഓർക്ക് പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ ഞാൻ എന്തായാലും എഴുതി വെച്ചു, ഇത് ഇത്രയും വർക്കുണ്ട്, എന്റെ യൂണിഫോമിന്റെ എല്ലാ വർക്കുകളും വൃത്തിയായും ഭംഗിയായും സമയത്തിന് ചെയ്ത് തീർത്തു കൊടുക്കാൻ എനിക്ക് 2-3 തൊഴിലാളികളെ കൂടെ കിട്ടണം എന്നാണ് ഞാൻ ഇന്നലെ അഫർമേഷൻ എഴുതി വെച്ചത്. സാറേ ഇന്നിപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് വന്ന് ഇവിടെ കയറിയപ്പോഴത്തേക്കൊണ്ട് എനിക്ക് ചറ പറയാതെ വിളി വരുന്നു. ഞാൻ ഗ്രൂപ്പിനകത്ത് ഇട്ടിരുന്നു എനിക്ക് ആളെ സ്റ്റിച്ചിങ്ങിന് ആളെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും 4 ദിവസത്തിന് ഇപ്പൊ ആളായിട്ട് വിളിയാണ്. ഞങ്ങൾ യൂണിഫോം തയ്ക്കും, ആളെ വേണമെന്ന് കണ്ടല്ലോ, ഞാനും വരട്ടെ 9 മിഷൻ ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ 4 പേരെടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ 4 പേര് പലർക്കും കട്ട് ചെയ്ത് കൊടുക്കാനും ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അങ്ങനെ 4 പേരിന് നാളെ 4 പേര് എനിക്ക് ജോലിക്ക് വരുന്നുണ്ട് സാർ. എനിക്ക് വലിയ എന്താ പറയണ്ടേ, വിഷമമില്ലായിരുന്നു. കാരണം സാറ് പറഞ്ഞില്ല, നമ്മള് ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം സാർ ഇപ്പം പറഞ്ഞത് ഞാൻ എടുത്തു പറയുക എല്ലാവരോടും കൂടെ. നമ്മൾ രാവിലത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞ പാടെ എന്താഗ്രഹിക്കുന്നുവോ അത് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഇന്ന് രാവിലത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞ പാടെ ഞാൻ പ്രാർത്ഥിച്ചതും അത് തന്നെയായിരുന്നു. എനിക്ക് ഇന്നത്തെ എന്റെ കാര്യം എനിക്ക് നല്ല 2-3 തൊഴിലാളികൾ എനിക്ക് തന്നിരിക്കാൻ എനിക്ക് ആവശ്യമാണ്. എനിക്ക് എന്റെ യൂണിഫോം വർക്കുകൾ വൃത്തിയായും ഭംഗിയായും ജൂൺ 30-ന് മുൻപ് തീർത്തു കൊടുക്കാൻ കഴിയണമെന്നാണ്, കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചത്. അതുപോലെ സാധിച്ചിരിക്കുന്നു സാർ. ഈ 6 മണി സമയമായപ്പോ, വൈകുന്നേരം 6 മണി ആയപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടം പോലെ ഇപ്പൊ ഞാൻ അതിപ്പം ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുക, വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ വരട്ടെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അത് ഒത്തിരി നന്ദി, യൂണിവേഴ്സിന് നന്ദി, സാറിന് നന്ദി, ഈ നല്ല അറിവ് പറഞ്ഞു തന്നെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ സാറിന് 1000 നന്ദി. താങ്ക് യു. നന്നായി മാറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സുധാ പ്രസന്ന പറയാനുണ്ടോ? ഹലോ സാർ. സർ ഗുഡ് ഈവനിങ് സർ. 2 സുഖമാണ്. സുധാ പ്രസന്ന പറയട്ടെ ആദ്യം. ഇന്ന് എന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു സാറ്. ഇന്ന് പോയിട്ട് വന്നു. എന്നിട്ട് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അവര് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നത്തേക്ക് പറയുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നത്തേക്ക് പറയണം? 1-ാം തീയതി ജോയിൻ ചെയ്യുന്ന രീതിയിൽ. അവര് മറുപടി എന്നൊക്കെ പറയണം. എന്നാ സാറേ? മറുപടി എന്നേക്ക് പറയണം നിങ്ങൾക്ക്? അത് when you confuse yourself, the entire universe will confuse for you. നിയമം അതാണ്. നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ മറ്റുള്ള ലോകത്തിൽ ഒന്നിനും നിങ്ങളെ പറ്റി വ്യക്തത ഉണ്ടാവില്ല. മനസ്സിലായ? ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്കറിയില്ലെങ്കിൽ ഒരു ലോകത്തിലെ ഒരു ശക്തിക്കും അതറിയാൻ പറ്റില്ല. കാരണം ഇത് വേണ്ടത് നമുക്ക് മാത്രമാണ്. ജോലി വേണം, ജോലി വേണം, എന്നേക്ക് വേണം, എപ്പോ വേണം ചോദിച്ചാൽ ഉത്തരവില്ല. 1-ാം തീയതി ഫസ്റ്റ് ജൂണിന് ജോയിൻ ചെയ്യണം. ഞാൻ ചോദിച്ചത് എന്താണ്, മറുപടി എന്നേക്ക് വേണം എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഒരു മറുപടി ഇല്ലല്ലോ. വെറുതെയെങ്കിലും പറയാനുള്ള മറുപടി പോലും ഇല്ലല്ലോ. അത് ഉണ്ടാവണം എന്നാ പറഞ്ഞത്. ഓക്കെ സർ. എപ്പോ ചോദിച്ചാലും ഇതെല്ലാം കറക്റ്റ് കയ്യിൽ വേണം. എനിക്ക് ഇന്ന് വേണം, ഇപ്പോൾ വേണം, നാളെ വേണം, മറ്റന്നാൾ ടക് ടക് ആയിട്ട് കയ്യിൽ വേണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പെല്ലാം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു വരം വേണമെന്ന് ദൈവത്തോട്, എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. ഓക്കെ, ദൈവം ഏത് സമയത്ത് പ്രത്യക്ഷപ്പെടും നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, വത്സേ എന്താണ് നിന്റെ ആവശ്യം, 1 മിനിറ്റ് ഞാൻ പുസ്തകം എടുത്ത് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം നിൽക്കുവോ? ദൈവം അതിന് വഴിക്ക് പോകും. ആ ചോദിക്കും പറഞ്ഞു എനിക്ക് വേണ്ട, അപ്പൊ 2 വരം ചോദിച്ചോളൂ. അപ്പൊ 1 കിട്ടിയാൽ നല്ലത്, 1 കിട്ടിയില്ലെങ്കിൽ നല്ലത്. തീർന്നില്ലേ എവിടേക്ക്? വരം തീർന്നില്ലേ? ഇത് വളരെ ലളിതമാണ്. ഇതൊക്കെയാണ് ഈ ഉപനിഷത്തുക്കളെ കഥകളിലും പുരാണ കഥകളിലൊക്കെ പറഞ്ഞത്. ദൈവത്തോട് വരം ചോദിക്കുക ഇഷ്ടംപോലെ കഥകൾ ഇതുപോലെ കേട്ടിട്ടില്ലേ? അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് വ്യക്തത വേണം. എന്ത് പറയുമ്പോഴും വ്യക്തത വേണം. എന്താണ് എനിക്കിതിൽ നിന്ന് ആവശ്യം, ഇതെന്താണ് കിട്ടുന്നത്, ഏതാണ് എന്നുള്ള വ്യക്തത എപ്പോഴും ഉണ്ടാവണം. ആ വ്യക്തതയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അവിടെ അതില്ലാതിരിക്കരുത്. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ചില ആൾക്ക് അതൊന്ന് വ്യക്തമാക്കി കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കട്ടോ. ജോലി വേണം, എപ്പോ വേണം, എത്ര രൂപക്ക് വേണം എന്നൊക്കെ തീരുമാനിക്കണം. സംഭവം നടക്കും, സന്തോഷം. ഏതായാലും അത്രയും വന്നത് വളരെ സന്തോഷം. ബാക്കി കൂടി ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഇതൊക്കെ ലോ ഓഫ് അട്രാക്ഷനിൽ
ഇരുത്തി പഠിപ്പിക്കുന്നതാണ് കേട്ടോ. ആ ഓക്കെ സാർ. ആ. സാർ ഞാൻ സംസാരിച്ചോ? അടുത്ത സുധ, രണ്ടാമത്തെ സുധ, വെറും സുധ. സാർ, നേരത്തെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ബുക്ക് വായിച്ചതിന് ശേഷം എനിക്ക് പനിയൊക്കെ നന്നായിട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. സാറ് പറഞ്ഞില്ലേ മരുന്നൊന്ന് എന്തിനാ ഡോക്ടറെ അടുത്ത് പോയി എന്ന് പറഞ്ഞു. സാറേ ഞാൻ വെറുതെ സാർ ആ പറഞ്ഞ ആ വാക്ക് ഞാൻ എന്റെ മനസ്സിലങ്ങോട്ട് കൊണ്ട് ഞാൻ പിന്നെ ആ മരുന്ന് തൊട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ആ മരുന്ന് ഇല്ലാതെ തന്നെ എന്റെ വെയിറ്റ് കമ്മിയായി എന്നുള്ളതാണ് എനിക്ക് അത്ഭുതകരമായിട്ട്. 64 ഉണ്ടായിരുന്ന ഞാനിപ്പോ 60 ഡോക്ടർക്ക് തന്നെ അതിശയം. ഞാൻ ഹോമിയോ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് 18 വർഷമായിട്ട്. അപ്പൊ ഞാൻ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു, ജോലി സ്ഥലത്തേക്ക് എത്തി ഇന്നലെ. അപ്പം ഞാൻ എന്നിട്ട് ഡോക്ടറെ അടുത്ത് ഒന്ന് കാണാൻ വേണ്ടി പോയി, ഹോമിയോ ഡോക്ടറെ കാണാൻ പോയി. അവിടെ ഞാൻ ചെക്കപ്പ് ചെയ്തപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല കഫക്കെട്ടും ചുമയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവഗണിച്ച് ഞാൻ മരുന്നൊന്നും തൊട്ടില്ല സർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നുണ്ട് വെയിറ്റ് നോക്കിയപ്പോ 64 ഉണ്ടായിരുന്ന ഞാൻ 60ലേക്ക് എത്തി. എനിക്കത് ഭയങ്കര ഹാപ്പി ആയി. എനിക്ക് എന്തെന്നാ പറയേണ്ടതിട്ട് എന്റെ മാഡം പോലും ചേച്ചി ഭയങ്കരമായിട്ട് മരുന്നു കേട്ടോ, എന്താ ചെയ്താ ചോദിച്ചു. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ലപോലെ ഡാൻസ് കളിക്കാറുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ വർക്കൗട്ടും എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ മരുന്നൊന്നും ഞാൻ കഴിച്ചില്ല സാർ. പക്ഷെ എനിക്ക് ഇപ്പോ ഭയങ്കര ഒരു സന്തോഷവും എല്ലാ കാര്യത്തിനും നല്ലൊരു എന്താ പറയാ ഭയങ്കര എനിക്ക് ഇച്ചിരി നേരം വൈകിട്ട് സാറിന്റെ ക്ലാസ്സിൽ കയറാൻ വൈകും. കാരണം എന്താ വെച്ചാല് ഇവിടെ പിള്ളേരൊന്നും ഉറങ്ങും ഇതൊക്കെ വേണ്ടേ. അപ്പൊ ഞാൻ 9 മണിയൊക്കെ ആവും ചിലപ്പോ കയറാന്. എന്നാലും വേഗം അവര് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സാറ് ക്ലാസ് കാണാൻ പറഞ്ഞിട്ടാണ് ഓടി വരാറ്. ഇപ്പം നേരത്തെ കയറി എന്തായാലും കാണാന്. എന്നിട്ട് ഞാൻ ആ മരുന്ന് നിർത്തി, എല്ലാം നിർത്തി. ഇപ്പൊ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു സാർ. എനിക്ക് ഇനിയൊരു സാറിന്റെ അടുത്ത് ഒന്ന് നേരിട്ട് സംസാരിക്കണം എന്നുണ്ട്. എപ്പോഴാണ് സാർ ഒന്ന് സാറിന്റെ ഒരു സമയം? നേരിട്ടാണല്ലോ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും കുറച്ചു പേരല്ലേ ഉള്ളൂ ഇവിടെ. അതല്ല സാർ, എനിക്ക് പേഴ്സണലായിട്ട് സാറോട് സംസാരിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വേണ്ടിട്ടാ. എപ്പോഴാണ് സാറിന് ഉണ്ടാവുക എന്നുണ്ടെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒന്ന് പ്രസീതനെ വിളിച്ചോ നോക്കാം. ഞാൻ വിളിക്കാം സാർ. ശരി, അപ്പം ശരി. ഹലോ സാർ. താങ്ക് യു. ആവർത്തനം ഇടുന്നു, എന്താണ് അതിന്റെ അർത്ഥം? ഹലോ സാർ. ഡേറ്റ് ഫിക്സ്. ഒരു മിനിറ്റ്. എന്താണ് അംബിക വൈശാഖൻ പറയുന്നത്? ആവർത്തനം ഇടുന്നു വെച്ചാൽ എന്താണ് അത് മീൻ ചെയ്യുന്നത്? അംബിക വൈശാഖൻ മനസ്സിലായില്ല എനിക്ക് ആ വാക്ക്. പറഞ്ഞു തന്നെ പറയുക, ഏ പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിക്കുക. അതവര് സംസാര രീതിയല്ലേ, എന്ത് ചെയ്യണം? അവർ പറയട്ടെ. അതിനൊന്നും ഒന്നും നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല, പോസിറ്റീവ് അല്ലേ പറയട്ടെ. പോസിറ്റീവ് 1000 വട്ടം പറഞ്ഞോളൂ, നെഗറ്റീവ് പറയരുതെന്ന് മാത്രമേ ഉള്ളൂ. ഹലോ സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പുഷ്പയാണ് കുന്നോളത്തുന്നു. ഹലോ, ഞാൻ പുഷ്പയാണ് കുന്നോളത്തുന്നു. പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു 25,000 അത്യാവശ്യം ഉണ്ടായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് എനിക്കത് കിട്ടി സാർ. ഞാൻ 69 എഴുതി സാർ പറഞ്ഞത്. അത് എഴുതി കറക്റ്റ് 2 മണിക്കൂറേ ആയുള്ളൂ, എനിക്ക് സംഭവം റെഡിയായി. ഒരുപാട് താങ്ക് യു സാർ. സാർ പറയേണ്ടത് കൃത്യമായിട്ട് ചെയ്യണവർക്ക് അതിന്റെ ഫുൾ റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആവാതെയാണ് നമുക്ക് റിസൾട്ട് കിട്ടാത്തത്. എല്ലാവരോടും കൂടിയിട്ടാ പറയുന്നത്. നമ്മൾ അത്രയും മനസ്സിരുത്തി അത് ശ്രദ്ധിച്ച് അതുപോലെ സാർ പറഞ്ഞ പോലെ ചെയ്യുമ്പോ അതിൻ്റെതായ റിസൾട്ട് അപ്പോഴേക്കപ്പൊ കിട്ടുന്നുണ്ട്. ഒരുപാട് നന്ദി സാർ. താങ്ക് യു സാർ. താങ്ക് യു യൂണിവേഴ്സ്. കാരണം അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഞാനത് ഈ 69 എഴുതിയത്. അപ്പൊ മോള് പറഞ്ഞു, അമ്മ അത് എഴുതി കിട്ടുമോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് കിട്ടും മോളെ, എന്തായാലും എനിക്ക് അത്രയും ഉറപ്പ് തോന്നുന്നുണ്ട്, കിട്ടും എന്ന് പറഞ്ഞു. കിട്ടുമോന്ന് ചോദിക്കരുത് എന്ന് പറഞ്ഞു അവളോട്. അപ്പൊ ഒരുപാട് നന്ദി സാർ. പിന്നെ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. മരുമകൻ കുറച്ച് ക്യാഷ് പുറത്തേക്ക് പോയിണ്ട് അവരുടെ. അത് കിട്ടാൻ കുറച്ച് കൂടുതലുണ്ട്, 1 CR ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ അവര് തരാൻ കുറച്ച് ബുദ്ധിമുട്ട് പറയുന്നു. അവർക്കാണെങ്കിൽ അത് ബിസിനസ് ചെയ്യാനുള്ളതാണ്, അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. അതിപ്പോ ഓണത്തിന് തിരിച്ചു കിട്ടേണ്ട ഫണ്ടാണ്. അപ്പൊ അതിപ്പോ കിട്ടിയിട്ടില്ല. അവരാണ് വെച്ചെങ്കിൽ ഒന്നും പറയണില്ല. ഇവര് കൊടുത്ത ക്യാഷാണ്, അത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറിയാതെ പറയാൻ പറ്റില്ല, അതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാതെ ഇങ്ങനെ പറയാൻ പറ്റില്ല. എന്നറിയാതെ പറയാൻ പറ്റില്ല.
അവര് പൈസ ഇങ്ങനെ ഒരു സംരംഭം അല്ല, അതിപ്പോ തുടങ്ങി പബ്ലിക് മീറ്റിംഗിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. പറ്റില്ല അല്ലെ? അപ്പൊ സാറിനെ മീറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നോക്കൂ, ചോദിച്ചോ, പ്രസിദ്ധ അഡ്മിൻ ഒന്ന് വിളിച്ചു ചോദിച്ചോ. അതെ അല്ലെ? അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു സാറിനായിട്ട് സംസാരിക്കണം. ഞാനിപ്പോ കുറച്ച് അപ്പൊ ഞാൻ നല്ല അവരോട് തിരക്കിലാണ്, ഓഫീസിൽ നല്ല തിരക്കിലാണ്, പിന്നെ കൊച്ചി പ്രോഗ്രാമിന് തിരക്കിലാണ്. നോക്കാം, നിങ്ങളൊന്ന് അഡ്മിനോടൊന്ന് സംസാരിച്ചോ സമയം. പറയാം. ശരി, മറ്റാർക്കൊന്നും പറയാനില്ലല്ലോ. സന്തോഷം. എനിക്ക് കാര്യം പറയാനുണ്ട്. രാജലക്ഷ്മി പറഞ്ഞോളൂ മാഡം. എവിടെയാ കാണുന്നില്ല? കാണുന്നില്ല. സാർ കേൾക്കുന്നില്ല, ശബ്ദം കുറവാ. ഞാനൊരു അസ്ട്രോളജർ എന്നറിയില്ല സാറിന്. എന്റെ 2 ക്ലയൻസും ഇങ്ങനെ വിസ കിട്ടാതെ കഷ്ടത്തിലായി, വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരാൾ UK-ലും ഒരാൾ കാനഡയിലായിരുന്നു. 2 പേർക്കും വിസ കിട്ടി. അവരുടെ എഴുതാൻ പറഞ്ഞിട്ട് അവർ എഴുതി, പക്ഷെ ഒന്നും ആയില്ല. ഞാനിവിടെ ഇരുന്ന് എഴുതി പ്രാർത്ഥിച്ച് ശരിയായി. ഇപ്പോ 2 പേർക്ക് ഇന്നലെ ഇന്നുമായിട്ട് വിസ കിട്ടി. താങ്ക് യു സാർ, താങ്ക് യു. വിസ കിട്ടിയോ? കിട്ടി. ഓ, സന്തോഷം. താങ്ക് യു സാർ, താങ്ക് യു. വെരി ഗുഡ് അഫർമേഷൻസ്. ഓക്കെ. ഒരു കാര്യം കൂടി ഉണ്ട്. ഒരാള് രോഗശയ്യ കിടക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ആക്സസ് ബാർ തെറാപ്പി ചെയ്യുന്ന ആളാണ്. അപ്പോ ആ പാദം വെച്ച് ചെയ്തപ്പോ അതും ശരിയായി. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ. നിങ്ങളിങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഗുണകരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പറക്കും. ഭഗവാനെ നന്ദി. താങ്ക് യു. ഹലോ സർ, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോ. എന്റെ പേര് ബിജി ഹരി. ഞാൻ എന്റെ കയ്യിൽ നിന്ന് 69 1212 897 എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വൈകുന്നേരം ആയപ്പോ 50,000 രൂപ കുറി അടിച്ചു. വളരെ നന്ദി. താങ്ക് യു സർ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി ആരും ഇല്ലല്ലോ. നമസ്കാരം, ഒന്ന് പറഞ്ഞോട്ടെ. ഹലോ സോഫി, പറഞ്ഞു. സാറേ, എന്റെ പേര് സഫി. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എന്റെ ഒരു കേൾക്കുന്നില്ല, ശരിക്കും കേൾക്കുന്നില്ല. സാറേ, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എന്റെ ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഒപ്പിടുന്നതിന് വേണ്ടി ഞാൻ കുറെ ശ്രമിച്ചു. എന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രസീതെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രസീത എന്നോട് പറഞ്ഞു, മേഡം ഒരു കാര്യം ചെയ്യുക, സിറ്റുവേഷൻ എഴുതിയിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഡെപ്യൂട്ടി കളക്ടറായിട്ട് കണ്ടേ പറ്റൂ. ആ സാർ ഒപ്പിട്ട് തരാതെ എനിക്ക് എന്റെ ഫയല് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ദിവസം രാത്രി എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ പ്രസീത എന്നോട് പറഞ്ഞു, IR ഫയൽ സിറ്റുവേഷനിൽ മേഡം എഴുതി വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ രാവിലെ ഓഫീസിൽ ചെന്നിട്ട് IR ഫയൽ സിറ്റുവേഷൻ 108 തവണ എഴുതിക്കൊണ്ടിരുന്ന ഡെപ്യൂട്ടി കളക്ടറുടെ CA എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മേഡത്തിന്റെ ഫയൽ ഒപ്പിട്ടിട്ടുണ്ട്. എഴുതി 108 പ്രാവശ്യം തികയുന്നതിന് മുമ്പ് തന്നെ എന്നെ വിളിച്ചത് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായി സാറേ. വളരെ ഹാപ്പിയായി. ഇന്ന് പ്രസിഡന്റ് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ പബ്ലിക്കായിട്ട് സാറിന്റെ അടുത്ത് ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ വന്ന ശേഷം എന്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവര് പറഞ്ഞവർ തീരട്ടല്ലോ, എന്നിട്ട് സംസാരിച്ചൂടെ? സാറേ, എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എങ്ങനെ പറഞ്ഞാലും എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കാണ് എന്റെ ഈ ഒരു ഫയലിന്റെ ബേസിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സാറ് പറഞ്ഞ മാജിക് വേർഡ്, അതിന്റെ എന്തുവാണ് അതിന്റെ ശക്തിയിൽ ഇപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ജൂൺ 5 നിങ്ങൾ ഇതെല്ലാം പറയുമ്പോ എനിക്ക് പറയാനുള്ളത്, എന്നെ ഇത് പഠിപ്പിച്ചു തന്ന എന്റെ ഗുരു പരമ്പരകൾക്ക് നന്ദി. അത്രയും അവരാണ് നമുക്ക് പറഞ്ഞത്. നമ്മൾ അവരിലേക്ക് നേടുന്നു എന്ന് മാത്രമേ. സന്തോഷം. ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു കൊടുത്ത് അവൾക്കും ഒരു ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ആവാതിരിക്കായിരുന്നു. പറഞ്ഞു ഒരു അരമണിക്കൂർ എന്റെ മോളത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവളാ പറയുന്നത്, അമ്മ ആർക്കും ഹാൾ ടിക്കറ്റ് വന്നില്ല, പക്ഷെ എനിക്ക് വന്നു. ഇത് എന്ത് മാജിക് വേർഡാണെന്നാണ് എന്റെ മോൾ ചോദിക്കുന്നത്. അങ്ങനെ ഒന്നും വിശ്വസിക്കാത്ത ഒരാളാ. എന്നിട്ട് അവളും പറയുന്നു, അമ്മയുടെ സാറിന്റെ ക്ലാസ് സൂപ്പർ, അമ്മയുടെ എന്താ പറയാനായിരിക്കും സാറേ. താങ്ക് യു. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്. ക്ലാസ്സിലേക്ക് അടക്കണം, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ
സംസാരിക്കുമ്പോൾ നാട്ടിലൂടെ ഡോക്യുമെന്റ് സൈൻ ചെയ്തു. ഓക്കെ, ഫൈൻ. ഇനി ആരെങ്കിലും ഉണ്ടോ? ജിഷ എന്താ പറയാമെന്ന്? ജിഷ പറഞ്ഞു. സാറേ, ഞാനേ ലുലുമാളിൽ പോയി എറണാകുളത്ത്. സാറിന് ലുലുമാൾ എറണാകുളം ലുലുമാളില്ലേ, ഓർഡർ കൊടുക്കാൻ പോയി. വന്ന് കേറിപ്പോ കണ്ട കാഴ്ച കാണിച്ചിട്ട് സാറിനെ, എന്റെ ദൈവത്തിന്റെ അടുത്ത് പച്ചില പശു, വലിയ പച്ചില പശു വന്നിരിക്കുന്നു. അത് കാണിക്കണം. ഞാൻ വന്ന് കേറിയുള്ളൂ, ഇവിടെ സ്റ്റെപ്പിടെ കേറിയുള്ളൂ. ചോദിക്കാൻ പച്ചില പശു ഇവ താഴെ ഇരിക്കുവായിരുന്നു, ഈ പടിയിലിരിക്കുവായിരുന്നു, ഈ മഞ്ഞപ്പട്ടയിൽ വന്നിരിക്കുവായിരുന്നു സാറേ. ഇതിന് ഒരു സന്തോഷമൊന്നുമില്ല. എന്റെ എല്ലാം ശരിയായി, എല്ലാം ഓക്കെ ആയി സാറേ. നന്ദി. ഇത് കാണിക്കാൻ വേണ്ടി ധൃതി വെച്ച് ചേച്ചി മനസ്സിലായില്ല. അല്ല, എനിക്ക് ഒരു കാര്യം കൂടി പറയണ്ടേ. ലുലുമാളിൽ കൊച്ചിയില് നിങ്ങളെ സപ്ലൈ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. ഞാൻ അന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞ സമയത്ത് ഈ കാര്യത്തിൽ ലുലുമാളിനെ പറയുന്ന അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ലുലുമാൾ കൊച്ചി, അവിടെ കൊച്ചിയിൽ സപ്ലൈ, ഇടപ്പള്ളിയിൽ സപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ധൈര്യപൂർവ്വം പോയിക്കോ. എഴുതി വെച്ച് അപ്ലിക്കേഷൻ എഴുതി വെച്ച് ചെന്ന് കണ്ടു. നമ്മുടെ എല്ലാം എന്നാ പറഞ്ഞ നമ്മുടെ കല്ലിന്റെ ശക്തി എന്റെ കയ്യിൽ എന്നെ പിടിച്ചോണ്ട് പോയി. പിന്നെ IR 5 സിറ്റുവേഷൻ അത് ഞാൻ പറഞ്ഞുകൊണ്ട് പോയി. ഏത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ചെന്ന് കണ്ടക ഉപരി അതിന്റെ ഹെഡ് ഓഫീസറെ, ലുലുമാളിന്റെ ഹെഡ് ഓഫീസിൽ പോയി കാണാൻ പറ്റി. അത് ഏറ്റവും വലിയ സന്തോഷമായി. ഹെഡ് ഓഫീസിൽ ലുലുമാളിൽ പോയി കണ്ടു, നമ്മുടെ സാധനം എല്ലാം കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെഡ് ഓഫീസിലേക്ക് എനിക്ക് പോയി വലിയ ഒരാളെ കണ്ട് സംസാരിച്ചു നേരിട്ട്. സന്തോഷം. താങ്ക് യു. ഓക്കെ, ഇനി ആരുമില്ലല്ലോ? ശരി, എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സംസാരിക്കാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. കുറെ നേരം മറ്റുള്ള യൂട്യൂബ് കാണുന്നവർക്കൊക്കെ ഇത് വളരെ ഗുണകരമായി മാറുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും പറയുകയാണ്. എല്ലാവർക്കും ഞാൻ പറയുന്നത്, ഇത് കേൾക്കുന്ന കാണുന്ന ലക്ഷോലപക്ഷം ആൾക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ജീവിതത്തിലെ അടുത്ത തലങ്ങളിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു പോകാം. ഇതൊക്കെ ഇവിടെ ചെയ്തു വരുമ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. കാരണം അത്രയും നല്ല കാര്യമില്ല. ഒരു കുത്ത് അവിടെ, ഒരു കുത്ത് താഴെ ആ ബെല്ലിന്റെ അവിടെ. അപ്പൊ ഫോൺ രാവിലെ മെസ്സേജ് ചെയ്ത് യൂട്യൂബ് വരുമ്പോ ഫോണൊന്ന് അടിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കാര്യമായിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ. ആർക്കും എന്റെ വീഡിയോ കേൾക്കുമ്പോൾ തെറി വിളിക്കാൻ തോന്നാത്തത് കൊണ്ട് എനിക്ക് തെറിവിളികളില്ല. തോന്നുന്നവർക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ണാടി നോക്കിയിട്ട് തെറി വിളിച്ചാൽ നല്ല സുഖമായിരിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. എന്റെ മുഖത്തേക്ക് നോക്കി വിളിക്കുന്നത് നിങ്ങൾ കണ്ണാടി വിളിക്കുന്നതും രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കി വിളിക്കാതെ നിങ്ങൾ കണ്ണാടി പോയി വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ശരി, സാറിനോട് ഒരു ഡയറക്റ്റ് ഒന്ന് സംസാരിക്കുന്നത് സംസാരിച്ചോളൂ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞോളൂ. ഒന്ന് അഡ്മിനെ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. സുനിത, ബിസിനസ്സുമായി ബന്ധപ്പെട്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ആ ടാബ്ലറ്റ്സ് എടുത്തോളൂ പെട്ടെന്ന്. ഒരുപാട് ആൾക്കാരുണ്ട്. ടാബ്ലറ്റ്സ് എടുത്തോളൂ, കഴിച്ചോളൂ. എന്നിട്ട് തുടങ്ങാം നമുക്ക്. യെസ്, കമോൺ പോരട്ടെ. ഫാസ്റ്റ് അല്ലേ? ഇത് മിനിയാന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ ഈ ടാബ്ലറ്റ്സും സാറിന്റെ ക്ലാസ്സിൽ വരുമ്പോ ഈ ടൈപ്പ് ചെയ്യാനുള്ളത് മൊബൈൽ ഫോൺ മാറ്റി വെച്ചൊരു കീബോർഡ് കിട്ടുമോ സാറേ? കാരണം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാമല്ലോ, മൊബൈൽ ഫോൺ കണക്ട് ചെയ്യുന്ന ചെറിയ കീബോർഡ്. കാരണം മൊബൈലിൽ അല്ലെങ്കിൽ കയ്യിലെടുത്ത് ടൈപ്പ് ചെയ്യണ്ടേ? ഇതിങ്ങനെ കീബോർഡ് ആണെങ്കിൽ മുമ്പിൽ നിന്ന് ടൈപ്പ് ചെയ്യാം, മൊബൈൽ ഫോൺ കണ്ടോണ്ടിരിക്കാം. അങ്ങനത്തെ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതുപോലെയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ടൈപ്പിംഗ് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്തായാലും സന്തോഷം. ഇത് ഓരോ ദിവസവും നിങ്ങൾ കഴിക്കുന്ന മറ്റൊരു മരുന്നുകളും നിങ്ങൾക്ക് ആവശ്യമില്ല. ഒരു ടാബ്ലറ്റ്സും ഇതിന്റെ മുകളിൽ ആവശ്യമില്ല. വലിയ വിറ്റാമിൻ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ടാബ്ലറ്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു ആരോഗ്യത്തിനും സംതൃപ്തിക്കും സമാധാനത്തിനും ഐശ്വര്യത്തിനും മൊത്തത്തിലുള്ള ഒറ്റമരുന്ന്, ഒറ്റമൂലി എന്നൊക്കെ പറയില്ല, ഒറ്റമൂലിയാണ് ഈ സാധനം. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അത് ഇതിൽ നടക്കാത്തതാണ് നമ്മുടെ R5 കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ 2 എണ്ണം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അടിപൊളിയായി മാറുന്നു. ഓക്കെ, അപ്പോ സന്തോഷത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല. കാരണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അറിയാത്ത പുതിയ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നമ്മൾ വീണ്ടും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ കൂടുതലായിട്ട് ഇതിനെ പ്രാക്ടീസ് ചെയ്യുന്നത്രയും നമുക്ക് ജീവിതത്തിലേക്ക്
മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിന് സത്യം. അതുകൊണ്ടാണ് ഇത് അറിയാത്തതാണോ എന്ന് ചോദിച്ചാലല്ല. പക്ഷെ ഇന്ന് പറയാൻ പോകുന്ന 3 കാര്യങ്ങളിൽ, 3 ദിവസം ചെയ്യേണ്ട 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ചെയ്യാൻ പലരും മടിക്കുന്നു എന്നൊരു സത്യം ഞാൻ ആദ്യം തന്നെ പറയാം. രണ്ടാമത്തെ കാര്യം ചെയ്യണമെന്നറിയാം, പക്ഷെ അയ്യോ അതിപ്പോ വേണോ എന്നുള്ള ചിന്തയിൽ മാറ്റിവെക്കുന്നു. മൂന്നാമത്തെ കാര്യം, രാവിലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഇരുത്തി ഞാൻ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളൊക്കെ ചെയ്യും. ചെയ്തതിന്റെ ഫലമാണ് ഈ പറഞ്ഞതൊക്കെ അവിടെ ലഭിക്കുന്നത്. അപ്പൊ അതിനും ഒരുപോലെ പവർ ഉണ്ട്. ഒരു കാര്യം കൂടി പറയാൻ വിചാരിച്ചു. നമ്മൾ താമസിയാതെ കൊച്ചി പ്രോഗ്രാമിന്റെ കാര്യം മറക്കണ്ടാരും, പകുതി സീറ്റ് ഫുള്ളായി കഴിഞ്ഞു. അതുകൊണ്ട് മറ്റ് സാധനങ്ങൾ അന്ന് തരാമെന്ന് പറഞ്ഞ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അവസാന നിമിഷം ആള് കൂടിയാൽ ആ സാധനം കിട്ടാൻ ഞാൻ കൃത്യമായി അനുസരിച്ചാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സീറ്റുകൾ കൂടുതൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർ ബുക്ക് ചെയ്യുക. ഇന്ററാക്ഷൻസ് അന്ന് എന്താ പറയാ, നമ്മൾ വളരെ കൃത്യമായി ഇതുപോലെ ആയിരിക്കില്ല, നന്നായിട്ട് ഒരു അടുത്ത ഒരു തലത്തിലേക്ക് എനർജി ലെവലിനെ മാറ്റാനുള്ള ഒരു കാര്യമാണ് കൊച്ചിയിൽ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈ ലെവലായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ലെവൽ 1 അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന ആ ഒരു സംഭവം, ഇതിനൊക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ടെക്നിക്കുകളാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ നിത്യവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കല്ല് കയ്യിൽ പിടിക്കുമ്പോൾ ജീവിതത്തിൽ ഇത്രയും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും അനുസരിച്ച് ചെയ്താൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നോക്കിക്കോളും. മാറ്റം ഉറപ്പാണ്. അതാണ് ഇന്ന് പറയാൻ പോകുന്ന വിഷയം. ഈ പറയുന്ന ക്ലാസ്സുകളെല്ലാം ഇതെല്ലാം പരസ്പര കണക്റ്റഡ് ആണ്. അപ്പൊ ഒരു പ്രാവശ്യം കണ്ടാൽ മതിയാവില്ല, 1, 2, 3 പ്രാവശ്യം കണ്ട് എഴുതിയെടുത്ത് സമയം ശ്രദ്ധിച്ചു നിൽക്കുക. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാം, ഇതെല്ലാം മാത്രം ചെയ്തതുകൊണ്ട് കാര്യമില്ല, ആക്ഷൻസും ഉണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള സമയത്ത് ഇപ്പൊ ഞാനൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് സമയം, ഒന്നാമത് പല വർക്കുകളും ഇടയിൽ പോകുമ്പോൾ പിന്നെ കിട്ടുന്ന സമയം ഈ പറഞ്ഞ പോലെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴും അല്ലെങ്കിൽ രാവിലെ മുമ്പേക്ക് 1 മണിക്കൂറൊക്കെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇരിക്കാൻ സമയം കിട്ടില്ല. അപ്പൊ ആ സമയത്ത് ഇരുത്തം ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടാണ് പുതിയ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതും പഠിക്കുന്നതൊക്കെ. സമയം നമുക്ക് വളരെ അഡ്ജസ്റ്റഡ് ആയതുകൊണ്ട് ഓഫീസിൽ പോകുമ്പോൾ ഇതൊന്നും പറ്റില്ല. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. എന്തായാലും നമ്മൾ പുതിയ പഠനവും വേണം, അതുപോലെ തന്നെ ആക്ഷനും വേണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കുമെന്ന് ആരും പറയരുത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല ലോകത്ത്. ഈ പറഞ്ഞു തരുന്ന ടെക്നിക്കുകളെല്ലാം, കാര്യങ്ങളെല്ലാം ആന്തരികമായുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത്. ബാഹികമായ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് മറ്റെല്ലാം ആന്തരികമായ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ആക്ഷൻ എന്ന് പറയുന്നത് ബാഹികമായ കാര്യങ്ങളാണ്. വിസ്ഡം മാത്രമാണ് ആന്തരികമായി മാറുന്നത്. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തതും വെറുതെ ഗുണമില്ലാതായി മാറിപ്പോകും. അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജേർണി ടു ഹാപ്പിനെസ് അല്ലെങ്കിൽ മനസ്സൊരു വിസ്മയം എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആശയമെന്നും ഇതിൽ നിന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഈ ഒറ്റ പുസ്തകമാണ്. ഇതില് ഇത്രയും ഉണ്ടോ ശരിയില്ല, ഇതിന്റെയൊക്കെ അടിസ്ഥാന തത്വം ഇതിനകത്താണുള്ളത്. അപ്പൊ ഈ പുസ്തകം വായിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഒരു പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല, ബോറായിരിക്കും. രണ്ടാമത്തെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പിച്ച വെക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത വരും. മൂന്നാമത്തെ വട്ടം വായിക്കുമ്പോൾ എനിക്ക് പിച്ച വെക്കാൻ പറ്റുമല്ലോ എന്നുള്ള കോൺഫിഡൻസ് വരും. നാലാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾ പതുക്കെ മുട്ടുകാലിൽ ഇഴയാൻ തുടങ്ങും. 5ാമത്തെ വട്ടം വായിക്കുമ്പോൾ നിങ്ങൾ പതുക്കെ അവിടുന്ന് പിടിച്ചെഴുന്നേക്കാൻ തുടങ്ങും. 6ാമത്തെ വട്ടം വായിക്കുമ്പോൾ നിങ്ങൾ നടക്കാൻ തുടങ്ങും. പിന്നെയാണ് അടുത്ത പരിപാടികൾ. അപ്പൊ അത്രയും പ്രാവശ്യം ഇതിന് ചെയ്യാനുണ്ട് എന്നാണ് അനുഭവസ്ഥർ തന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഞാൻ പുതിയതായി ഇപ്പൊ വീണ്ടും റീറൈറ്റ് 3ാമത്തെ 4ാമത്തെ എഡിഷൻ വരുന്നുണ്ട്. അപ്പൊ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്കും കൺഫ്യൂഷനാണ്. ഇത് ഇനിയും ഉണ്ടല്ലോ ഇതിനകത്ത്, ഇതും പിന്നെ അകത്തോട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണോ ഞാൻ എഴുതിയതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എന്ന് വെച്ചാൽ അതിന്റെ തലങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് മാക്സിമം സമയം പ്രാവശ്യം വായിക്കണം. ഇതിൽ പറയുന്ന ഇന്ന് അതിന് തന്നെ പുസ്തകത്തെ പറ്റി തന്നെ പുസ്തകത്തിലെ ഒരു കാര്യം തന്നെയാണ് ഇന്ന് പറയുന്നത്. സന്തോഷത്തിലേക്കുള്ള താക്കോലുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജേർണി ടു ഹാപ്പിനെസ് എടുത്തവർക്ക് എല്ലാം അറിയാം. ദ ഗോൾഡൻ 5 ടൂൾസ് ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പുസ്തകം വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ, ഇപ്പൊ യൂട്യൂബ് കാണുന്നവർക്കും മറ്റും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ അഡ്മിന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.
അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബ് കാണുമ്പോൾ ഈ പാട്ടിൽ നമ്പർ ബുക്കിന് വേണ്ടി വിളിക്കേണ്ട നമ്പർ തരാം. അതിൽ വിളിച്ചോളുക, ബുക്ക് ഓർഡർ ചെയ്യുക. അതുപോലെ മറ്റു ബുക്കുകളൊക്കെ, ഇത്രയും ബുക്കുകളൊക്കെ പോസ്റ്ററുകളൊക്കെ കാണാം. നമ്മുടെ 6 പുസ്തകങ്ങളുണ്ട്, മലയാളത്തിൽ 5ഉം ഇംഗ്ലീഷിലൊന്നും. അപ്പോൾ ഇതെല്ലാം ഒന്നിന്റെ തുടർച്ചയാണ്. എല്ലാ കാര്യങ്ങളും ഒന്നിനും തുടർച്ച, എല്ലാം അനുബന്ധമായ ബുക്കുകളാണ്. മറ്റു ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്ന് ബിസിനസ് പുസ്തകം മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇവൻ അച്ഛൻ കവിത പോലും ഇത്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോ വേണ്ടവർ വിളിച്ചോളൂ, ബന്ധപ്പെട്ടോളൂ. ഇപ്പൊ നമ്മള് 5 ടൂൾസുകളെ പറ്റിയിട്ട് എപ്പോഴും പറയാറില്ല. 5 ടൂൾസുകൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം എത്താൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ പറയുന്ന പരമപ്രധാനമായിട്ടുള്ള ഈ 3 കാര്യങ്ങളെയാണ്. ഈ 3 കാര്യങ്ങൾ നിത്യജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, ചെയ്യാൻ ഒരു ചെലവുമില്ല, നിത്യജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് മതി നിങ്ങളുടെ ജീവിതം മാറ്റാനായിട്ട്. ആ ഒറ്റ കാര്യത്തിലൂടെ, 3 കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം അനായാസമായി മാറുന്നതായിരിക്കും. മാറുമെന്ന് മാത്രമല്ല, ആൻഡ് ദ എക്സ്ട്രീം ലെവൽ ഓഫ് ഹാപ്പിനെസ്, നിങ്ങൾക്ക് വേണ്ട സന്തോഷത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, അറിയുക, അനുഭവിക്കുക. സന്തോഷം എന്ന് പറയുന്നത് അനുഭവിക്കേണ്ട സാധനമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതേ അല്ല. അത് ഒരാൾക്ക് ഉണ്ടാകുന്നത് എന്ത് വാക്കിൽ പറഞ്ഞാലും മറ്റൊരാൾക്ക് അറിയിക്കാൻ പറ്റില്ല. എനിക്കിപ്പോ സന്തോഷമാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എനിക്ക് സന്തോഷമാണ് എന്ന് ഇവിടുന്ന് പറയുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എത്ര പേർക്ക് എന്റെ സന്തോഷത്തെ അനുഭവിക്കാൻ പറ്റും? ആർക്കും പറ്റില്ല. അവർക്കെല്ലാം അവരവരെ സന്തോഷത്തെ മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം അനുഭവിക്കുന്നതാണ്. അവസ്ഥയിൽ നിന്ന് ഞാൻ പറയുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പറയുന്നയാൾ ഒരു കൈവേദനയിലോ കാലുവേദനയിലോ നിൽക്കുന്ന ഒരാളാണെങ്കിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റുമോ? നമ്മൾ പറയും കേട്ട് ഭാവമുണ്ടാവും, പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല. സന്തോഷം എന്ന് പറയുന്നത് അനുഭവമാണ്. ഇതെങ്ങനെ അനുഭവിക്കും? നമ്മളുടെ അകത്ത് നിന്നും പുറത്തോട്ട് വരേണ്ട സാധനമാണ് സന്തോഷം. നമുക്കെല്ലാം പുറത്തുനിന്ന് അകത്തോട്ടാണ് കൊടുക്കുന്നത്, പക്ഷെ സന്തോഷം എന്ന് പറയുന്നത് അകത്ത് നിന്ന് വരണം. അപ്പൊ മാറ്റം, സന്തോഷിക്കണമെങ്കിൽ മാറ്റം എവിടെ ഉണ്ടാണ്? ഒന്ന് ടൈപ്പ് ചെയ്തേ. സന്തോഷിക്കണമെങ്കിൽ, സന്തോഷം ഉണ്ടാവണമെങ്കിൽ മാറ്റം എവിടെയാണ് വരേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ സന്തോഷവാനാവണമെങ്കിൽ എന്റെ ഭർത്താവ് എന്നോട് നന്നായിട്ട് പെരുമാറണം, ഭാര്യ നന്നായിട്ട് പെരുമാറണം, മക്കൾ നല്ല രീതിയിൽ സംസാരിക്കണം, എന്നാ ഭയങ്കര സന്തോഷം. എങ്കിൽ ആകുമോ? ആവില്ല എന്ന് 100% അറിയുക. ഓഫീസിൽ നിന്ന് എല്ലാവരും എന്നോട് നല്ല രീതിയിൽ പെരുമാറിയ സന്തോഷം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് നിന്ന് വരേണ്ടതാണ്. അപ്പോൾ മാറ്റം എവിടെയാണ് ഉണ്ടാവേണ്ടത്? നമ്മുടെ അകത്ത്. നമ്മുടെ അകത്ത് മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പുറത്തു പോയി ചേഞ്ച് ചെയ്താൽ നടക്കുമോ? ഒരാൾക്ക് ഇഷ്ടം, ഇന്നൊരാൾ എന്നോട് സംസാരിക്കാൻ വന്ന് മക്കൾക്ക് അത് കൊടുക്കണം, മക്കൾക്ക് ഇത് കൊടുക്കാത്തതാണ് എന്റെ പ്രശ്നം, എന്റെ വിഷാദവർക്ക് കൊടുത്താൽ ഞാൻ സന്തോഷവാനാണ്. ഞാൻ പറഞ്ഞു നടക്കൂല, നിങ്ങൾക്ക് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കാരണം നിങ്ങൾ എന്ത് കൊടുത്താലും മാറില്ല എന്ന് പറഞ്ഞു, കട്ടായം പറഞ്ഞു. കാരണം നടക്കൂല. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയണം, മാറ്റം നമ്മളിലാണ്, മറ്റുള്ളവരിലല്ല. അവർക്ക് എന്ത് നൽകിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് അത് തെറ്റാണ്, ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ നമ്മുടെ അകത്ത് മാറ്റമുണ്ടാക്കുക എന്നത് മാത്രമാണ് പ്രധാനമായ വിഷയം. അതിന് ലളിതവും ഏറ്റവും ഫലപ്രദമായ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്തവരെല്ലാവരും ഇത് അനുഭവിച്ചിട്ടുമുണ്ട്. ഇവിടെ എല്ലാം കേട്ടതും അത് തന്നെയാണ്. അതൊന്നുകൂടി എന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെത്ര വട്ടം പറഞ്ഞാലും മതിയാവില്ല. കാരണം ഓരോ തവണ കേൾക്കുമ്പോഴും ചെയ്തവർക്ക് കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും, ചെയ്തിട്ട് ഗുണം കിട്ടിയവരും കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും, ചെയ്യാത്തവർ, ഇതറിയാത്തവർ ചെയ്യുന്നുമില്ല, അറിയുന്നവർക്ക് ചെയ്യാൻ സമയവുമില്ല. ഇതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റത്തിന് വേണ്ടി തയ്യാറാണെങ്കിൽ, അകത്തെ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ നമുക്കിത് കൃത്യമായി മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സന്തോഷം ഉണ്ടാവണോ നിങ്ങൾക്ക്? ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന സാധനം, ക്ഷമ ശീലിക്കുക, വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുക. ഇങ്ങനെ ഏത് വാക്കാണ് വേണമെങ്കിൽ ഉപയോഗിച്ചു. അപ്പൊ പറയും, അയാൾ എന്നെ കുറെ ഉപദ്രവിച്ചതാണ്, അവരെന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് ചെയ്തത്, ഞാൻ പുറത്തു കൊടുക്കാനോ? നടക്കൂല. അവരെന്തൊക്കെ ഉപദ്രവങ്ങൾ എന്നെ ചെയ്തു. ഇന്നലെ ഒരാൾ എന്നോട് ഈ കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു സോറി, ഇനി സംസാരിച്ചാൽ നമുക്ക് ശരിയാവില്ല കേട്ടോ, നിർത്തുകയാണ് എന്ന് പറഞ്ഞു. വളരെ ലളിതമാണ് സംഭവം. എന്റെ അനിയൻ എന്നെ വിളിക്കാറില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് വിളിച്ചൂടെ? ഞാൻ വിളിക്കേ, എന്റെ അനിയനാണത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം? അല്ല, അവരെന്തുകൊണ്ട് എന്നെ വിളിക്കുന്നില്ല? വിളിക്കേണ്ടതല്ലേ?
അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാലും നിങ്ങൾക്ക് അങ്ങോട്ട് വിളിച്ചോളൂ. ഞാൻ വിളിക്കൂല. എന്താ വിഷയം? എന്താണ് കാരണം? കാരണമൊന്നുമില്ല, ഒരു കാരണവുമില്ല. അവൻ വിളിച്ചിട്ട് ഇതെന്താണ് മറുപടി പറയണ്ടേ? ഞാൻ അവസാനം പറഞ്ഞു, സോറി, നമ്മൾ വെറുതെ സമയം കളയണ്ട, നിങ്ങൾക്കും വിളിക്കാം അവനും വിളിക്കാം, ആരാലും വിളിച്ച് കാര്യം ഇന്ന് കാരണം ഉണ്ടെങ്കിൽ അവനോട് വിളിച്ച് പറയാം, നീ ഇന്നത് ചെയ്ത് തെറ്റാണ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഏതായാലും നീ ചെയ്തു വിട്ടേക്ക് എന്ന് പറയാനുള്ള സന്മനസ്സുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഓർത്തിട്ട് ആ അനിയനോ അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അവൻ സുഖമായിട്ട് ചിരിച്ചു കളിച്ച് ജീവിച്ചുകൊണ്ട് അവൻ ഒരു പ്രശ്നമില്ല. ഇതാകെ ഉള്ളത് ആർക്കാ? ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓരോ ആൾക്കുള്ള കാര്യമാണ് അല്ലേ? എന്താണ് നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്തൊക്കെ ചെറുതായി പോവല്ലോ. ആരോടാ? ഞാൻ വിട്ടുകൊടുക്കണ്ട, നിങ്ങൾ ആരോടും പറയണ്ട, നിങ്ങൾ അകത്ത് വിട്ടുകൊടുക്കാല്ല. അവനെ വിളിക്കുകയും വേണ്ട, പറയും വേണ്ട, ഒന്നും വേണ്ട. മാപ്പ് കൊടുക്കൽ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ അകത്തുള്ള ഭാരത്തെ ഒഴിവാക്കൽ മാത്രമാണ്. ഈ എന്താ പറയാ, ചീഞ്ഞ ഈഗോവും കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും. ആർക്കാണ് മണക്കുന്നത്? നമുക്ക് മാത്രം. ആരെയാണ് നാറുന്നത്? നമുക്ക് മാത്രം. മറ്റാർക്കും ഒരു വിഷയമില്ല. വളരെ ലളിതവും ബട്ട് ചെയ്യാൻ മനുഷ്യൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരോട് പോയിട്ട് എന്നോട് പൊറുക്കണേ വിളിക്കണേ എന്നൊരു കാല് പിടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, ചെയ്യുകയും പാടില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല. അവരെ കണ്ടോ? സന്തോഷം. അവരെ കണ്ടില്ലേ? നോ പ്രോബ്ലം. മിണ്ടിയോ? സന്തോഷം. മിണ്ടിയില്ലേ? സന്തോഷം. എന്താ കുഴപ്പം? അൺകണ്ടീഷണൽ ആയിരിക്കണം. അവർക്ക് വേണോ എപ്പോ വേണമെങ്കിലും വിളിക്കാം, വേണ്ടേ വിളിക്കണ്ട, എന്താ കുഴപ്പം? പിന്നെ അവൻ വിളിച്ചില്ല എന്നുള്ള പരാതി നമുക്ക് പാടില്ല, അല്ലെങ്കിൽ അവൻ മിണ്ടിയില്ല എന്നുള്ള പരാതി നമുക്കാണുള്ളത്. അതുകൊണ്ട് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് വിട്ടുകൊടുക്കുക എന്നാണ്. അതിനങ്ങ് വിട്ടേക്കുക സംഭവത്തെ, നമുക്കത് വിഷയമേ അല്ല എന്നുള്ള വളരെ ലളിതമായ. പൊറുക്കാൻ പറ്റാത്ത വേദന നൽകിയവരോട് എങ്ങനെ പൊരുത്തപ്പെടും സാർ? എങ്ങനെ നൽകി ആ ഒരു വേദന? കല്ലുകൊണ്ട് കുത്തിയോ? ഒരാൾ ടൈപ്പ് ചെയ്തുകൊണ്ട് പറയാണ്, എന്ത് വേദന നൽകി? ആ ഒരാള് ചിലപ്പോൾ മാക്സിമം വേദനിച്ച കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും വലിയ വേദന അറിഞ്ഞതല്ലേ? കുത്തി, അത് കത്തി എടുത്തിട്ട് പോയി ആ മുറി ഉണങ്ങി ആ വേദന പോയി. അതിനേക്കാളും വലിയ വേദന എവിടെയാ കുത്തിയത്? മനസ്സിലോ? അങ്ങനെ സാധനം ഉണ്ടോ? എവിടെയുള്ള ഈ സാധനം? നിങ്ങൾ സൃഷ്ടിച്ചു വെച്ചതല്ലേ? എങ്ങനെ ഉണ്ടാവും അത്? ഈ പൊറുക്കാൻ പറ്റാത്ത വേദന എങ്ങനെ ഉണ്ടായത്? ആരാ വേദനിച്ചത്? ഞാൻ ഒരു കാര്യത്തിൽ പറഞ്ഞപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി പോണം. നമുക്കൊരു വേദന ഉണ്ടായി, ഇത് ആരുടെ സൃഷ്ടിയാണ്? ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ 243 പേര്, അവിടെ ഞാനിവിടെ സംസാരിക്കും, പൊട്ടിച്ചിരിച്ചു, എന്നെ കളിയാക്കി, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു. എങ്ങനെയാണ് ഇത് എനിക്ക് വേദനയായി മാറുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഞാൻ ഇത് എന്നെ ഹേർട്ട് ചെയ്തു എന്നുള്ള എന്റെ ചിന്തയിൽ നിന്ന് മാത്രമാണ് എനിക്ക് വേദന വരുന്നത്, അല്ലാതെ നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇതിനെ വിചാരിക്കുന്നു, ഇവര് ഇതിനായിരിക്കും എന്നെ പറഞ്ഞത്, ഇത് എന്നെ വേദനിപ്പിച്ചു, ഞാൻ എടുത്തു വെച്ചതാ, അല്ലാതെ ഒന്നുമില്ല. മറ്റൊരു സംഭവം അവിടെ നടന്നില്ല. ചിലപ്പോ ഇതുമായിട്ട് വേറെ ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. ആണെങ്കിൽ തന്നെ ഇനിയിപ്പോ കളിയാക്കി എന്നിട്ട് ചിരിച്ചു, എന്നാൽ ഞാനല്ലതായോ? പിന്നെ ഞാൻ എന്താ ഇത്രയും കാലം ചെയ്തത്? എനിക്ക് എന്നെ അറിയില്ല, എന്നെ ആൾക്കാർ കളിയാക്കുന്ന കോമാളിയായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് മുതലെടുക്കാൻ എനിക്കറിയാത്തതുകൊണ്ടല്ലേ. ഞാൻ മറ്റൊരു രീതിയിൽ പറയേണ്ട ഉദാഹരണം പറയാം, പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല, എന്നെ തന്നെ കണക്ട് ചെയ്ത് പറയാണ്. അപ്പോൾ ഈ വേദനിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടിയാണ്, നമ്മളാണ് ഉണ്ടാക്കിയത്. അവരങ്ങനെ പറഞ്ഞല്ലോ എന്നെ, അവരിങ്ങനെ ചെയ്തല്ലോ എന്നെ. അവർ ആണോ നമ്മളെ സൃഷ്ടിച്ചത്? ഒന്നുമല്ല. ഇങ്ങനെയുള്ള ഇതിനെയാണ് വിട്ടുകൊടുക്കണം, അങ്ങ് വിട്ടേക്കണം അതിനെ. അവരുമായിട്ട് ബന്ധം. അവർ എത്ര പട്ടികൾ റോഡിൽ ഇങ്ങനെ പോയിട്ടുണ്ട്, അതിനെയൊക്കെ പുറകെ പോകുന്ന നമ്മളല്ലേ മണ്ടന്മാർ. എത്രയുണ്ട് അതിനെയൊക്കെ പിടിച്ച് പോയി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പട്ടി കുരച്ചോണ്ട് പോയി. ഞാൻ പറഞ്ഞു, ഇത് എന്നെ നോക്കി മാത്രമാണ് ഇത് കുരച്ചത്, അത് കുരച്ചതിന്റെ വഴിക്കേ പോയി. പിന്നെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് കുറെ കഥകളുണ്ട്. ഞാൻ എളുപ്പത്തിലെ കഥകൾ പറഞ്ഞു, കഥാപാത്രം പറഞ്ഞുകൊണ്ടു. ഭയങ്കര രസമുള്ള കാര്യമാണ് ഇതുകൊണ്ട്. അത് പറയുമ്പോൾ ചിരി വന്നു. വെറുതെ തോന്നുകയാണെന്നേ, വെറുതെ ഉണ്ടാക്കുകയാണ് എന്ന് വെച്ചാൽ ഇല്ല എന്ന് അല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. ഇതിനെ എന്തിനാണ് എടുക്കണത്? എന്തിനാ ഈ സാധനത്തെ എടുത്തു വെച്ച് പോണത്? എന്ത് നേടാനാ? ഈഗോ മാത്രമാണ് ഇതിനകത്ത് വന്നത്. നമ്മൾ 10 മാലിന്യങ്ങൾ പറഞ്ഞ ഏറ്റവും 100%
ഈവൻ ഞാൻ ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാവരിലും കാണുന്ന ഒരു സാധനമാണ് ഈഗോ. അത് എത്ര പറഞ്ഞാലും മനസ്സിൽ മാറാൻ തയ്യാറല്ല. എനിക്ക് കൂടെ നിൽക്കുന്ന ഓരോ ആളെയും ഞാൻ അളന്ന് നോക്കാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞു അത് ഒരു കാര്യം, നോ, ഇത് ഈഗോ ആണെന്ന് തൊട്ട് കാണിച്ച് പറഞ്ഞത്, ഇത് ഈഗോ ആണ് നിങ്ങളുടെ, ഇങ്ങനെ ചെയ്യരുത്. അത് ശരിയാണ്, പക്ഷെ അതിന് വിടാൻ പറ്റില്ല. എന്താണ്? അതാണ് എന്റെ ശ്വാസം. ഈ ഈഗോയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ ആരാ? ഈഗോ ആണോ ഞാനാണോ? ആരാ ഞാൻ? അല്ലല്ല, ഈഗോ ഇല്ലെങ്കിൽ ഞാനില്ല. അപ്പൊ ഒറിജിനൽ നിങ്ങളില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഈഗോയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളില്ല. എന്ത് കെട്ടിപ്പടുക്കുന്നത് പിന്നെ ഈഗോന്റെ പുറത്തായിരിക്കും. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കെട്ടിപ്പൊക്കുന്നത് ഈഗോന്റെ പുറത്താ. ആ ഈഗോ എപ്പോ ഹേർട്ടാവുന്നു അപ്പൊ ഇതെല്ലാം പൊട്ടിപ്പോകും. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഇത് വളരെ വളരെ കുറവ് ആൾക്കാർ മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. എല്ലാവരുടെയും വിഷയം, ഏറ്റവും പരമപ്രധാന വിഷയമാണ് നന്നായവനെ ആലോചിച്ച് നോക്കുക, ഈഗോയിസ്റ്റിക് ആവരുത്. എന്നുവെച്ചാൽ നന്നാവലിന്റെ മീനിങ് ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, വീണ്ടും പറയുന്നു, നമ്മുടെ ജീവിതം തരിപ്പടമാക്കിയവരോട് ക്ഷമിക്കുക പാടില്ല. ക്ഷമിക്കണ്ട, അവിടെ തന്നെ പിടിച്ചിരിക്കുക. എന്നിട്ട് തരിപ്പടമായ ജീവിതത്തെ വീണ്ടും തരും. ഈ പപ്പടം മേടിച്ചിട്ട് പിന്നെ എണ്ണയിൽ മുക്കിയെടുത്തിട്ട് വീണ്ടും പൊടിക്കില്ലേ, അങ്ങനെ വീണ്ടും പൊടിച്ചിട്ട് ജീവിതത്തെ വീണ്ടും പപ്പടമാക്കുക. ഒരു കുഴപ്പമില്ല. എന്നിട്ടോ അവിടെ ഇരുന്ന് കരഞ്ഞോളുക. എന്താണ് ഈ പറയണേ? ഒന്നും പറയല്ലോ കേട്ടോ. ഈഗോ, അത് ഞാൻ പറയുന്നത്, ഈഗോ ആണ്, സമ്മതിക്കാൻ പറ്റില്ലല്ലോ. ഈഗോ മാത്രമാണ് ആരും സമ്മതിച്ചു തരാത്ത ഏകമായ കാര്യം. എനിക്ക് ഈഗോ ഉണ്ടെന്ന് ഒരാളും സമ്മതിക്കില്ല. ആ സമ്മതിച്ചാൽ തീർന്നു. കാരണം ഞാൻ ബിൽഡ് ചെയ്തിരിക്കുക, എന്നെ ബിൽഡ് ചെയ്തിരിക്കുക ഈഗോക്ക് പുറത്താണല്ലോ. അതുകൊണ്ട് ഒരിക്കലും സമ്മതിക്കാൻ ഈഗോനെ പറ്റി അറിയാത്തോണ്ടാട്ടോ. സമ്മതിപ്പിക്കില്ല ഈഗോ. അത് സമ്മതിക്കാനേ വിടില്ല. അത് ഭയങ്കരമായ സാധനമാണ്. ഞാൻ ജേർണി ടു ഹാപ്പിനെസ്സിൽ എന്നിട്ടും ടച്ച് ചെയ്യാൻ മടിയാണ്. എന്റെ ഗുരു എന്നെ പഠിപ്പിക്കുമ്പോഴും പറഞ്ഞിരുന്നു, സാറേ ദിനേശ്, ഈഗോയെ തൊടുന്ന വളരെ സൂക്ഷിച്ചു വേണം. കാരണം ഈഗോ ടച്ച് ചെയ്താൽ ആർക്കും സഹിക്കില്ല. ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 240 ആൾ ഈഗോയെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 240 ആളും 239 ആളും എക്സിറ്റ് ചെയ്തു പോകും. ആ സാധനത്തിന് അത്രയും പവർ ഉണ്ട്. അത് മനസ്സിലാക്കാത്തടത്താണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വന്നത് വിട്ടുകൊടുക്കുക എന്നതിനെ പറ്റിയിട്ടാണ്. ഇത് പറയാൻ ഈഗോയിലേക്ക് പോകുന്നില്ല, തൽക്കാലം മാറ്റി വെക്കുന്നത്. കാരണം അത് അത്രയും ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് ഈഗോ. ഇങ്ങോട്ട് വെച്ചാലും അത് അപകടമാണ്, അങ്ങോട്ട് പോയാൽ അപകടമാണ്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോ ഉണ്ടെന്ന് ടച്ച് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് എനിക്കിട്ടടിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ടടിക്കും. രണ്ടും ഉറപ്പാണ്, ഒരു സംശയമില്ല. അത്രയും ക്ലിയർ ഉള്ള ഒരു ബ്ലേഡാണത്. അപ്പോ പറഞ്ഞു വന്നത് ഫോർഗീവ്നെസ് പറ്റിയിട്ടാണ്. നമ്മുടെ മനസ്സിലുള്ള മാലിന്യത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്നതെല്ലാം ശുദ്ധജലപ്രവാഹമായിരിക്കും. കൃത്യമായി ലഭിക്കുന്ന ഓരോ വഴിയിലൂടെ കടന്നു പോകുമ്പോഴേക്കും അത് തന്നെയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ട് മാപ്പ് നൽകുക എന്നത് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നീരസവും പ്രതികാര ചിന്തയും ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനമാണ് മാപ്പ് നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, നീരസം, ഞാൻ ജേർണി ടു ഹാപ്പിനെസ്സിന്റെ പുസ്തകം തന്നെയാണ്, മനസ്സൊരു വിഷയം പുസ്തകം തന്നെയാണ് വായിക്കുന്നത്. നീരസവും പ്രതികാര ചിന്തയും രണ്ടും കണക്റ്റായല്ലോ ഞാൻ പറഞ്ഞു വന്നപ്പോ തന്നെ. ഇവിടെ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനമാണ് മാപ്പ് നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുന്നതോ വ്രണപ്പെടുത്തിയതോ ആയ ഒരു കാര്യം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായേക്കാം, സ്വാഭാവികമാണ്. ആ കാര്യം നിരന്തരം നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാരം ഇറക്കി വെക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. കഴിഞ്ഞതോ കഴിഞ്ഞുപോയി, പിന്നെ ആ ഭാരം എന്തിനാണ് എന്ന് നമ്മൾ ചുമക്കുന്നത്? എന്തിനാണ് നമ്മൾ ചുമക്കുന്നത്? അപ്പൊ എങ്ങനെയാണ് മാപ്പ് നൽകേണ്ടത് എന്ന് പോന്നോ? അത് മതിയോ? വെയിറ്റ് ഫോർ ഗോ. ഇനി എങ്ങനെയാണ് മാപ്പ് നൽകേണ്ടത്? അംഗീകരിക്കുക. എന്തിനെ? മുറിവേറ്റതിനെ അംഗീകരിക്കുക. നമുക്ക് മുറിവേറ്റു, ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, സംഭവിച്ചു, അത് മാത്രമേ വഴിയുള്ളൂ. സംഭവിച്ചതല്ലേ, സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു കാര്യം 100% സംഭവിച്ചു, അംഗീകരിക്കുക. നെക്സ്റ്റോ, പരിഗണിക്കുക. എന്താണ്? ആ വേദന നിങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന് മനസ്സിലാക്കുക.
അത് വേദനിച്ചു. ഇതെങ്ങനെയാണ് എന്നെ ബാധിച്ചത്, ഏതൊക്കെ തരത്തിൽ എന്റെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, അംഗീകരിക്കുക. അങ്ങനെ സംഭവിച്ചു എന്ന് അംഗീകരിക്കുക. നിങ്ങൾക്ക് ഭൂതകാലത്തെ മാറ്റാൻ കഴിയുകയില്ല. ഇത് മുറിവേറ്റത് അംഗീകരിച്ചു, ഇത് എന്നെ ബാധിച്ചു എന്നും മനസ്സിലായി. ഇത് രണ്ടും അംഗീകരിക്കുക. കാരണം ഭൂതകാലത്തിൽ നടന്ന കാര്യമാണ്, മാറ്റാൻ പറ്റില്ല, വേറെ ഒന്നും രക്ഷയില്ല. നാലാമത്തെ കാര്യം, അങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണത്തെ പറ്റി മനസ്സിലാക്കുക. എന്തുകൊണ്ട് അങ്ങനെ അവിടെ സംഭവിച്ചു മനസ്സിലാക്കുക. തിരുത്താനുള്ളതാണെങ്കിൽ തുടർ ജീവിതത്തിൽ തിരുത്തുക. ആകയാൽ അതൊരു അപമാനമല്ലെന്നും പഠനമാണെന്നും അംഗീകരിക്കുക. കാരണം നമുക്ക് തിരുത്താനുള്ളതാണെങ്കിൽ ഇതെന്റെ കയ്യിൽ തെറ്റ് പറ്റിയതാണ്, അല്ലെങ്കിൽ അവരെന്നോട് തെറ്റ് ചെയ്തതാണ്. ഇത് രണ്ടും നമുക്കുള്ള പഠനമാണ്. എന്താണ് അവർ എന്നോട് അങ്ങനെ ചെയ്തതെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അവരെ പോലുള്ളവരോട് ഇങ്ങനെ പെരുമാറരുത്, അല്ലെങ്കിൽ അവരെ പോലുള്ളവർ അടുക്കരുത്, അവരോട് അകലം പാലിക്കണം. അല്ല, എന്റെ ഭാഗത്താണ് തെറ്റ് പറ്റിയെങ്കിൽ തുടർ ജീവിതത്തിൽ ഇത്തരം തെറ്റുകൾ എന്റെ കയ്യിൽ നിന്ന് വരാതെ ഞാൻ സൂക്ഷിക്കണം. എന്തായാലും നമ്മുടെ കയ്യിലല്ലല്ലോ തെറ്റുണ്ടാവുക, നമ്മൾ തെറ്റ് ചെയ്യുന്നവരല്ലല്ലോ, പൂർണ്ണവരാണ്, നമ്മൾ പൂർണ്ണരാണ്, മറ്റുള്ളവർ മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർ ഇത്തരം ആൾക്കാരുമായിട്ടുള്ള സഹവാസം ഞാൻ ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിക്കാനുള്ള കാരണത്തെ പറ്റി പഠിക്കുക. തിരുത്താനുള്ളതാണെങ്കിൽ അതിന് സാധ്യത വളരെ കുറവാണ്, തുടർ ജീവിതത്തിൽ തിരുത്തുക. ആകയാൽ അതൊരു പഠനമാണ് എന്ന് മനസ്സിലായി. അപമാനമാണ് നമുക്ക് അതുകൊണ്ടല്ലേ ഈ പൊറുക്കാൻ പറ്റാത്തത്. പഠനമാണെങ്കിലോ ഇറ്റ്സ് എ ലിസൺ. വളരെ കൃത്യം. ഇനി അഞ്ചാമത്തെ കാര്യം, നിർണയിക്കുക. എന്താണ് നിർണയിക്കുക? അതിനോട് പൊറുത്താൽ നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക ഭൗതിക ഗുണങ്ങളെ പറ്റി ചിന്തിക്കുക, മാപ്പ് നൽകുക. ഇത് എനിക്ക് ഗുണമുള്ള കാര്യമാണല്ലോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമുള്ള കാര്യമായി മാറിയല്ലോ. അപ്പൊ എനിക്ക് എന്റെ ഗുണമുള്ള കാര്യം, എനിക്ക് ഗുണമുള്ള കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. മറ്റൊന്നും അവിടെ വേണ്ട, മറ്റെല്ലാ കാര്യத்தைയും വിട്ടേളുക. അപ്പോൾ ഇത് ചെയ്യാം. ഒരു കാര്യം കൂടി പറഞ്ഞു മനസ്സിലാക്കാം. ഇത് ഞാൻ പറയുന്ന വാക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് എസ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ചില പ്രതികാരങ്ങൾ നല്ലതാണ്. എത്ര പേര് എസ് എന്ന് പറയുന്നു? ചില പ്രതികാരങ്ങൾ നല്ലതാണ്. അടുത്ത വരി കൂടി പറയാം. ചില പ്രതികാരങ്ങൾ നല്ലതാണ്, അത് നമ്മെ പരിവർത്തനത്തിന് സഹായിക്കുമെങ്കിൽ മാത്രം. പ്രതികാരം എങ്ങോട്ടാണ്? എന്നെ മാറ്റാനാണ്. ഞാൻ പ്രതികാരം എന്നോടാണ് പ്രതികാരം വിട്ടേണ്ടത്, പുറത്തോട്ടല്ല. പ്രതികാരങ്ങൾ നല്ലതാണ്, എന്നെ പരിവർത്തനത്തിന് മാറ്റാനായിട്ട്. നമുക്ക് നമ്മളെ മാറ്റാൻ. യെസ്, അവരെന്നോട് അങ്ങനെ ചെയ്തു, അപ്പോൾ ഞാനാണ് മാറേണ്ടത്. ഞാൻ മാറും. എനിക്ക് മാറ്റമുണ്ടാക്കി ഞാൻ കാണിച്ചു കൊടുക്കും സമൂഹം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ കളിയാക്കിയവരോട് എന്റെ മധുര പ്രതികാരമാണ്, എനിക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെയ്തിരിക്കണം. ഇത്തരം പ്രതികാരങ്ങൾ നല്ലതാണ്. അത് പ്രതികാരം എന്നല്ല, വാക്കവിടെ ഉപയോഗിച്ചെന്നുള്ളൂ. അത് നമ്മൾ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. അവര് നമ്മളെ പുറത്താക്കിയോ, അവര് നമ്മളെ വേദനിപ്പിച്ചോ, നമ്മൾ തിരിച്ചു വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവര് നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമാണ്? എന്ത് വ്യത്യാസമാണ്? തിരിച്ചവരെ സ്നേഹിക്കാൻ ഫുൾ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ നിറച്ചു വെക്കാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച്. നമ്മളെ വേദനിപ്പിച്ചവരെ മനസ്സുകൊണ്ട് അവരെടുത്ത് പോകാതിരിക്കുക, എന്ത് വേണം ചെയ്തോ. മനസ്സ് നിറച്ച് സ്നേഹിക്കാൻ പറ്റുകയുണ്ടല്ലോ, അതിനേക്കാളും വലിയ പ്രതികാരം മറ്റൊന്നുമില്ല. അവൻ അലിഞ്ഞില്ലാതെയായി പോകും. ജീവിതത്തിൽ കുറ്റബോധം കൊണ്ട് അവൻ നീറിപ്പോകും. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനെ ചെയ്ത് കാണിക്കണം. അതാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. കറക്റ്റായിട്ടും അങ്ങനെ ചെയ്തു നോക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം ക്ലിയറായി മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം അല്ലെ, 2 കാര്യങ്ങൾ പറയാം. ഇത് കഴിഞ്ഞു. ഇനി എന്തായിരിക്കും അടുത്ത ഒന്ന് പറഞ്ഞു നോക്കി, ഗസ് ചെയ്തൊക്കെ. 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? ഫൊർഗീവ്നെസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നല്ലേ എല്ലാവരും പറഞ്ഞു നോക്കിയേ. ഇത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചതിന് എല്ലാത്തിനും ഫൊർഗീവ്നെസ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. എല്ലാവർക്കും പറ്റണം. എല്ലാവർക്കും പറ്റണം. ഗ്രാറ്റിറ്റ്യൂഡ്. അടുത്തത് ഫൊർഗീവ്നെസ് കഴിഞ്ഞാൽ നന്ദി. പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനോടൊക്കെ നന്ദി പറയണമെന്ന് അറിയില്ല. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു? ആരോടാ?
ആരോടൊക്കെയാ പറയട്ടെ, അറിയില്ല. എല്ലാത്തിനും കവി, ഞാനത് കേൾക്കുമ്പോൾ എനിക്കൊന്ന് കവിക്ക് ഇതൊന്നും പോരാ, 5 മിനിറ്റ് ഒന്നും പോരാ, ഒരു 50 മിനിറ്റ് ഒക്കെ ആ പാട്ട് വെക്കേണ്ടി വരും, എന്നാലും തീരില്ല. ആരോടൊക്കെ ചെല്ലണ്ടേ? എല്ലാത്തിനോടും. പാതിമെയ്യായ മാതാവിനോ അതോ പാതിമെയ്യായ പിതാവിനോ, പിന്നെയും 10 മാസം എന്നെ പെറ്റു വളർത്തി, എന്താ 10 മാസം വളർത്തിയ ഗർഭപാത്രത്തിനോട്, അങ്ങനെ അങ്ങനെ പോട്ടെ. അപ്പോ ഇത് ഞാനിതിന്റെ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യം ഞാൻ ഒരു വശം മാത്രമേ പറയുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ മാറ്റുന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ CBTസിലെ മാറ്റം വരുത്തുന്നതെന്നും ബിഹേവിയർ തെറാപ്പിയിൽ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ഇതുണ്ടാവുന്നത്, എങ്ങനെയാണ് നമ്മൾ റിവാർഡ് സിസ്റ്റത്തെ ഹോർമോൺസിന് ചേഞ്ച് ചെയ്യുന്നതെന്നും ഞാൻ തൊടാനേ പോകുന്നില്ല. അത് മറ്റൊരു രൂപത്തിൽ പറയാം ഒരു ദിവസം, സമയം തികയില്ല, നമുക്ക് ഒരുപാട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നു. മനസ്സിലാക്കേണ്ടത് ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണം. കാരണം ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ പലർക്കും ഇത്രയും വലിയ ഫണ്ടമെന്റൽ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന്, അതൊക്കെ പറയാം ഒരു ദിവസം, അതൊക്കെ വലിയ രീതിയിൽ തന്നെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ പറയാം. എന്നാല് അപ്പോ ഫൊർഗീവ്നെസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിബൃഹത്വവും വിശാലവുമായ ഒരു സംഭവമാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും, ബൈബിൾ തൊട്ടാ ഖുർആൻ തൊട്ടാ ഗീത പറഞ്ഞ എല്ലാത്തിലും, ഉപനിഷത്തുകൾ, വേദം, എല്ലാത്തിലും ഈ സാധനം ഇല്ലാത്ത ഒരു വാക്കുകളില്ല. അനന്തമായ സംഭവം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ബോധപൂർവമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ള ഏറ്റവും ലളിതമായ പ്രോസസ്സ്. എന്താണ്? ഉള്ളതിന് നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്തതിനെ പറ്റിയിട്ടാണ്, എനിക്കില്ല എന്നതിനെ പറ്റിയിട്ടാണ്. നമുക്ക് ആക്ച്വലി എന്താണ് ആവശ്യം? ഉണ്ട് എന്ന് പറയാനാണ് നമുക്ക് ആവശ്യമല്ലേ. അതിന് വേണ്ടിയല്ല നമ്മൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇല്ല എന്ന് പറയുന്നതിന്റെ യഥാർത്ഥം നമ്മുടെ ആഗ്രഹം എന്താണെന്നറിയോ? അത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാണ്. അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞാലോ എന്താ വ്യത്യാസം? അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാലോ രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ്? അത് ഉണ്ടാവണമെന്നാണ്. എന്നാൽ അത് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാലോ അത് പറയില്ല, ഇല്ല എന്നേ പറയുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. നന്ദി, എന്റെ ഉള്ളതിന് മാത്രമല്ല നന്ദി, വരാനിരിക്കുന്നതിനും നന്ദി, ലഭിക്കാൻ പോകുന്നതിനും നന്ദി. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഞാനത് കൂടുതൽ വിശദമാക്കുന്നില്ല, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം, അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. മൂന്നാമത്തെ ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോവാം, ഇപ്പൊ തന്നെ പറഞ്ഞു പോവാം. നമ്മള് 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് ഫൊർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ ഇത് രണ്ടിനെയും ഫലവത്താക്കുന്ന മറ്റൊരു സംഭവമുണ്ട് നമുക്ക്. ഗ്രാറ്റിറ്റ്യൂഡ് നൽകുന്നത് ചിലപ്പോൾ ബോധപൂർവം നമുക്ക് പറ്റുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഫൊർഗീവ്നെസ് ബോധപൂർവം നമുക്ക് പറ്റുന്നില്ലായിരിക്കാം. എന്താണ് വഴി? മറ്റൊരു വഴിയിലൂടെ ഇത് എങ്ങനെ സാധ്യമാക്കണം? കാരണം ഈ മനസ്സ് ഇത് വിടണ്ട ഈ സാധനത്തെ. ബോധപൂർവ്വം ഞാൻ ചെയ്യാണ്, ഇപ്പൊ പറഞ്ഞാൽ എല്ലാത്തിനും പൊറുക്കുകയാണെന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ നടക്കൂല, മനസ്സ് സമ്മതിക്കില്ല. കാരണം അതിനും വേറെ വിഷയമുണ്ടല്ലോ. അപ്പോൾ ഇത് എന്താണ് അതിന് വഴി? അതിന്റെ വഴിയാണ് അഫ്രിമേഷൻസ്. നിത്യവും പ്രാക്ടീസ് ചെയ്യുന്ന അഫ്രിമേഷൻസ്. ഏതാണ്? എനിക്ക് ആവശ്യമുള്ളതിനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതും ഒരു മെഡിറ്റേഷൻ മൂഡിൽ പറഞ്ഞാലോ. ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ, രാവിലത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞ വാക്കുകൾ സാറേ 100% ഫലിച്ചിരിക്കും. അത്രയും സിസ്റ്റമാറ്റിക് ആണ് ഈ സംഭവം. അത്രയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യും. ഫലിക്കും. എങ്ങനെ ഫലിക്കും? നല്ല രീതിയിൽ ഇതെനിക്ക് ഫലിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുള്ളയാൾക്ക്, ക്ഷമാപൂർവം ചെയ്യുന്നയാൾക്ക് 100% ഫലിച്ചിരിക്കും. അഫർമേഷൻ എന്ന് പറഞ്ഞ പ്രേയർ തന്നെയാണ്. എന്താണ് പ്രേയർ? എനിക്ക് ആവശ്യമുള്ളതിനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് അഫർമേഷൻ. എല്ലാ അഫർമേഷൻസിനും മറ്റൊരു രൂപമാണ് പ്രേയർ. നിങ്ങൾക്ക് ഗീത എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ ഖുർആൻ എടുത്താലും പറയുന്നത് പ്രേയർ ചെല്ലുന്നത് അത് തന്നെയാണ്, മറ്റൊന്നുമല്ല. പക്ഷെ അതിന് വേറൊരു രീതിയിൽ പറയുന്നതൊന്നും മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ മറ്റു ഇതിലേക്ക് രീതി എടുത്താൽ സംഭവം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് 3ഉം അത്രയും ഫലവത്താണ്. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾ സ്വിച്ച് ബോർഡൊക്കെ കിട്ടുമ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ റിസൾട്ട് കൊണ്ടുവരുന്നത്. ഈ അഫർമേഷന്റെ പവർ ആയത്. ഇത് നമ്മുടെ ന്യൂറോ സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന പവർഫുൾ ആയ സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് ഏറ്റവും എളുപ്പമായ മാർഗത്തിലൂടെ നമ്മൾ നിത്യവും ചെയ്യുന്ന കാര്യമാണ്. രാവിലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എത്രയോ ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഫൊർഗീവ്നെസ് മെഡിറ്റേഷൻ നമ്മൾ ഒപ്പനോ ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടി, കരഞ്ഞ്
നിലവിളിച്ചു പോയ ആൾക്കാരുണ്ട്. പിറ്റേ ദിവസം ആഹാ ഇത് സൂപ്പർ ആയല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്താ പറഞ്ഞേ, അത് എന്താ പറയാ, എന്താ ശ്വാസം കിട്ടാത്ത, പെട്ടെന്ന് മറന്നുപോയി, എന്താണ് ആസ്വാദനം പേര്, ബ്രീത്തിങ് നേരെ നടക്കാത്തത്, പെട്ടെന്ന് സാഹചര്യം മറന്നുപോയി. അല്ല, ന്യൂമോണിയ അല്ല, നമ്മുടെ ആസ്മ അസുഖം മാറിയവര്, മറ്റേ ഇത് ആസ്മ ഫുള്ളായിട്ട് മാറിയ ആൾക്കാർ ഇവിടെ ഉണ്ട്, മുമ്പത്തെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തലവേദന അല്ലെ, തലവേദന മാറി ഇഷ്ടം പോലെ ആൾക്കാർ. തലവേദന എന്ന് വെച്ചാൽ നമ്മുടെ സൈഡിൽ നമ്മുടെ എന്താ പറയാ, പെട്ടെന്ന് എനിക്ക് വാക്കുകൾ പെട്ടെന്ന് കിട്ടുന്നില്ല, അത് പറഞ്ഞ് ഇതുണ്ടാകുമ്പോൾ മൈഗ്രെയിൻ മാറിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഈ ഫൊർഗീവ്നെസ്സിലൂടെ നടക്കുന്നതാണ്. കാരണം ഭാരം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഈ മൈഗ്രെയിനൊക്കെ വരുന്നത്. മൈഗ്രെയിൻ ഏറ്റവും വലിയ വിഷയം, ആസ്മയുടെ വിഷയം, ശ്വാസം മുട്ട് ഇതൊക്കെ വരുന്നത് മാക്സിമം ഇത് പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. ഇതൊക്കെ ഇതിനകത്ത് പുറത്തു കടക്കാൻ പറ്റും. എത്ര പേര് ഓപ്പനോ മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം ഇതൊക്കെ വിട്ടുപോയവരുണ്ട്. നമ്മളൊരു മെഡിറ്റേഷൻ ഉണ്ട് യൂട്യൂബിൽ, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ. അത് പ്രാക്ടീസ് ചെയ്ത് എത്ര പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമുക്ക്, ചെയ്തതിനു ശേഷം ജീവിതത്തിൽ വലിയ മാറ്റമാണ് സാർ സംഭവിച്ചതെന്ന്. തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ പവർഫുൾ ആണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് 3 ദിവസം ഇത് മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ? ഫൊർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻസ് 3 ദിവസം ഒരു കണ്ടിന്യൂസ് പ്രാക്ടീസ് മെഡിറ്റേഷനിലൂടെ ചെയ്താലോ? സെയിം സമയം നമ്മൾ രാത്രി. കാരണം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് അറിയാത്തവരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ഇതുവരെ ചെയ്തവർക്കുണ്ട്, ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫ്രീ. നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ പറയുന്നു, യൂട്യൂബ് കാണുന്നവരോട് എല്ലാവരും, നമ്മൾ ഒരു മെഡിറ്റേഷൻ, ഇത് 3 ദിവസത്തെ കണ്ടിന്യൂസ് ആയ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നാളെയല്ല, മറ്റന്നാൾ തുടങ്ങി. ബുധൻ, വ്യാഴം, വെള്ളി, ശനി 3 ദിവസങ്ങളായിട്ട് 3 അഫർമേഷൻസ്. റേറ്റ് ചോദിക്കണ്ട ബിജു ഹരി, എത്ര റേറ്റ് വരെ നിങ്ങൾക്ക് കൊടുക്കാം ഈ 3 സാധനം വിട്ടുകൊടുക്കാനായിട്ട്? എത്ര റേറ്റ് ആണ് ആദ്യം? സാറേ ഇതൊക്കെ ശരിയാണ്, പക്ഷെ എന്താണ് എത്ര വരെ ചെലവാക്കാം? നിങ്ങൾ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാട്ടോ. യെസ്, 3 ദിവസത്തെ മെഡിറ്റേഷൻ അത്രയും പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ 100% ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. 100% മാറ്റമുണ്ട്. മാറ്റം ഉണ്ടാക്കണം. നിങ്ങൾ പിടിച്ചു നിന്നതിനേക്ക് വിടണം, റിലീസ് ചെയ്യണം. ആവശ്യമില്ലാത്ത കുറെ സാധനത്തെ പിടിച്ചു നിന്നിട്ട് ഈ ഈഗോയും പിടിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം പോവില്ല. സന്തോഷകരമായി മാറണമെങ്കിൽ 3 pillars ഓഫ് ലൈഫ്, യെസ്, സക്സസ്, ഫൊർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അഫർമേഷൻ. ഇത് വളരെ പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. ഇതൊന്നും നിങ്ങൾ എന്താ പറയാ, ഇതൊക്കെ എങ്ങനെ ഇപ്പൊ പറയാം ഞാനിപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണെന്നറിയോ, ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ ആൾക്കാർ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല വാക്കുകൾ. എത്ര രൂപ നിങ്ങൾ ചെലവാക്കണ്ടു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റാരും പറഞ്ഞ പിസ നമ്മൾ സാധാരണ പറഞ്ഞ ഒരു ദിവസം പിസ മേടിക്കേണ്ട, പിസക്കൊക്കെ ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് പിസ മേടിക്കേണ്ട പൈസയൊന്നും ഇവിടെ വേണ്ട. നിങ്ങൾ ഒരു ദിവസം ഹോട്ടലിൽ പോയി 2 ചായ കുടിക്കുന്ന കാശ് മാത്രമേ ചെലവാക്കണ്ടൂ. മാറുമല്ലോ. കാലിന്റെ വേദനയൊക്കെ മാറാം. സുജിതകുമാരി, കാലിന്റെ വേദനയൊക്കെ ഒരു വേദനയാണോ? ഒന്നും വിഷയമില്ല. അപ്പോൾ 3 ദിവസം നിങ്ങൾക്ക് എത്ര ഫീസ് അടച്ച് കയറാൻ പറ്റും? എന്താ, എനിക്കത് ഫ്രീ ആയിട്ട് തരാൻ പറ്റും. ഒരു ചെലവും എന്നെ സംബന്ധിച്ചില്ല. പക്ഷെ അങ്ങനെ ലഭിച്ചാൽ നിങ്ങൾക്ക് ഗുണകരമായി മാറില്ല എന്ന് തന്നെ അറിയാം. കാരണം ഒരിക്കലും ഒരു കാര്യവും നിങ്ങൾക്ക് ഗുണകരമായി, എല്ലാത്തിനും ഞാൻ പറയാം, ഇത് എവിടെയുള്ള തത്വമാണ്, ലോകത്തില്ലാത്തതും. ഒരു കാര്യവും നിങ്ങൾ ഫ്രീ ആയിട്ട് ആരോടും വാങ്ങിക്കരുത്, ഒരാളോടും വാങ്ങിക്കരുത് കേട്ടോ, ഒരാളോട് പോലും. നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് ഫ്രീ തരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യുപകാരമായി എന്തെങ്കിലും ഒന്ന് തിരിച്ചു അയാൾക്ക് അല്ലെങ്കിൽ മറ്റാൾക്കും കൊടുക്കും. അതെന്നെ ചിന്തിച്ചുകൊണ്ട്. കാരണം ഇത് ശ്രദ്ധിക്കുക, ഈ ലോകത്തൊരിക്കലും ഒരു സാധനവും ഫ്രീ ആയിട്ട്, ഈവൻ എന്താ പറയുക, ശ്വാസം പോലും നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നില്ല, കിട്ടാൻ പാടില്ല. അത് പ്രകൃതി നിയമമാണ്. ശ്വാസം അകത്തോട്ട് പോയാൽ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊടുക്കണം, നിർബന്ധമാണ്. താങ്ങാനാവാത്തത് എന്താണ് സജിത? ഏതാണ് ഇതിൽ താങ്ങാൻ പറ്റാത്ത? സജിത തന്നെ പറഞ്ഞു, എത്ര ഫീസ് കൊടുത്താൽ താങ്ങാൻ പറ്റും? ഗുരുദക്ഷിണ കൊടുക്കുന്നത് എത്ര കൊടുത്താൽ താങ്ങാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്കി. ചായ കുടിക്കാൻ 10 രൂപ, 10 രൂപയുടെ ചായയൊക്കെ കാലം കഴിഞ്ഞു പോയി. ആ ചായയൊക്കെ ഇപ്പൊ എവിടെ കിട്ടും?
അതൊന്നുമല്ല ചായ. യെസ്, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ. 3 ദിവസത്തെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു 333 രൂപയ്ക്ക്. ഇത് ഫീസ് അതിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല, കേവലം വാങ്ങിക്കണം എന്നുള്ള ഒറ്റ കാര്യം പറയുന്നതാണ്. എനിക്ക് 800 പറയാം, 1000 പറയാം, 500 പറയാം, വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അത്രയും ആൾക്ക് മതി, അവർക്ക് കിട്ടാൽ മതി എന്നും അറിയാം. പക്ഷെ ഇതെത്തേണ്ടത് അതിനും താഴെ ഇല്ല ഇല്ല വയ്യ കിട്ടിയില്ല വന്നില്ല പോയില്ല എന്ന് പറയുന്നില്ലേ, അവരാണ് വരേണ്ടത്. അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താ, അവരിലാണ് ഈ സാധനം കൂടുതൽ കിടന്ന് നിൽക്കുന്നത്. സൈനസിന്റെ പ്രശ്നമുണ്ട്. എന്താ സൈനസിൽ എന്താ കെട്ടിക്കിടക്കണേ? ഈ കെട്ടിക്കിടക്കുന്ന സാധനം പുറത്തു വരണമെങ്കിൽ വന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിലാക്കൂ, ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. ഓക്കെ, സമയം ഒരുപാടായല്ലേ? ഏത് സമയം? മെഡിറ്റേഷൻ സമയം നമ്മുടെ സെയിം ടൈം തന്നെ. നമുക്ക് 9:30 മണിക്ക് തുടങ്ങിയിട്ട് തീർക്കാം, 1 മണിക്കൂർ. കാരണം ഞാനത് എന്തുകൊണ്ടാണെന്നറിയോ, ഇത്രയും ഞാനിപ്പോ അഡ്മിന്മാരോട് അഡ്മിന്മാർ പല റൈറ്റും പറഞ്ഞു. ഞാൻ പറ്റില്ല, വീണ്ടും കുറക്കണം, താഴ്ത്തണം. കാരണം വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ എത്തേണ്ടത് ഏറ്റവും കുറവുള്ള ആൾക്കാരിലാണ്. കാരണം അവരിലെത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ. ഇവിടെ ഇപ്പൊ ഇത് പറഞ്ഞു വരുമ്പോ തന്നെ എക്സിറ്റ് ചെയ്ത് കുറെ ആൾക്കാരുണ്ട്. ഇവരോട് ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ മാറണമെങ്കിൽ ആത്മാർത്ഥമായി ശ്രമിക്കൂ, മാറാം. ഇത് ഫ്രീ അല്ല, എല്ലാം ഫ്രീ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് പോവാൻ തോന്നലുണ്ടല്ലോ, അത് കാലത്തിന്റെ നിയോഗമാണ്, മറ്റൊന്നുമല്ല. ആ നിയോഗത്തിൽ പെട്ട് നിങ്ങൾ നിന്നു പോകരുത്. ഞാനത് ഫീസിനെ പറ്റിയല്ല പറയണത്. നിങ്ങൾക്ക് ഇത് എത്ര കണ്ട് ഗുരുതരമായി മാറട്ടെ എന്നുള്ളതാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. സംശയമുള്ളവർ ചോദിക്കാം, നിങ്ങൾക്ക് മാറ്റമുണ്ടാക്കുക. നമ്മൾ പിന്നെ ഒരു കാര്യം, റിക്വസ്റ്റ് ആണ്, നിങ്ങളുടെ ഹംബിൾ റിക്വസ്റ്റ് ആണ്. എനിക്ക് ആരെയും ഒഴിവാക്കണമെന്ന് ആഗ്രഹമില്ല, ഹംബിൾ റിക്വസ്റ്റ് ആണ്. നിങ്ങൾ അവസാന നിമിഷം പേ ചെയ്തിട്ട് എനിക്ക് ഇതിൽ വരരുത്. കാരണം എന്താ പറയുക, നിങ്ങൾക്കും ഗുണം കിട്ടില്ല, നമുക്കും ഗുണം കിട്ടില്ല. ഹറി ആയിട്ട് നിങ്ങൾ വരും, ഇവിടെ വന്നിരിക്കും, മെഡിറ്റേഷൻ 10% പോലും നിങ്ങൾക്ക് കിട്ടില്ല, സ്വസ്ഥമല്ലാത്ത മനസ്സുകൊണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവസാന നിമിഷം പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതിന് വരരുത്, ദയവ് ചെയ്ത് വരരുത്. കാരണം എന്താ പറയുക, നിങ്ങൾക്കും ഗുണമില്ല, നമുക്കും ഗുണമില്ല. എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാനിപ്പോ വ്യാഴാഴ്ച പറഞ്ഞത് വ്യാഴം വെള്ളി ശനി, അതായത് 22, 23, 24 അല്ലെ? 22, 23, 24 പറഞ്ഞത്. അതുകൊണ്ട് 22-ാം തീയതി വൈകിട്ട് 9:30 മണിക്ക് പേയ്മെന്റ് ചെയ്യരുത്. ഞാൻ എടുക്കില്ല. ഞങ്ങൾ ഗൂഗിൾ പേ ഓഫ് ചെയ്തിടും. സത്യമായിട്ട് പറയുന്നത്, ഗൂഗിൾ പേ ഓഫ് ചെയ്തു, ഒരു രക്ഷയില്ല. 21-ാം തീയതി പേയ്മെന്റ് ചെയ്യുന്നവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. കാരണം രാവിലെ നിങ്ങൾക്ക് വരുന്നവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് സ്വസ്ഥമായിട്ട് വന്നാൽ മതി. മെഡിറ്റേഷൻ സ്വസ്ഥമല്ലാതെ ചെയ്താൽ ഒരു ഗുണവും കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ വെറുതെ വന്നിട്ട് പോകട്ടെ അവസ്ഥ ആവരുത് കേട്ടോ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഉടനെ തന്നെ പേ ചെയ്ത് വന്നോളൂ. താങ്ക് യു. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ലല്ലോ അല്ലെ? ഉണ്ടെങ്കിൽ പറഞ്ഞു. പറഞ്ഞോ. ബുക്ക് കിട്ടി. സാർ, ഞാൻ ശില്പയാണ്. അപ്പൊ സാർ പറഞ്ഞിട്ട് ഞാൻ അവിടെ എനിക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട്. എൻക്വയറി ഒക്കെ ഉണ്ട്, പക്ഷെ ആരും അങ്ങനെ ജെനുവിൻ ആയിട്ടൊന്നും അങ്ങനെ വിളിക്കണില്ല. നേരം ബുക്ക് പോലെ തോന്നണം. അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ട് വരുന്നത് വളരെ കുറവായിരിക്കും. പോകുന്ന വഴിക്ക് എല്ലാവർക്കും തോന്നുന്നു, വിളിച്ചു ചോദിച്ചേക്കാലോ, കിട്ടിയാലായല്ലോ എന്ന് ചോദിക്കും. ബോർഡൊക്കെ വെച്ച് പരസ്യം കൊടുത്തു. പക്ഷെ ബുക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്മിനെ വിളിച്ച് പറഞ്ഞു. ശരി, ഇനി അടുത്തത് ഈ ആഴ്ച ബുക്ക് തരാന്ന് പറഞ്ഞത് ദുബായിൽ തന്നെയാണ്. ദുബായിലോ? ദുബൈയിലാണെങ്കിൽ ദുബായ് അഡ്മിൻ നമ്പർ വിളിച്ചോളൂ, തരുമല്ലോ. പക്ഷെ ദുബായിലെ പ്രൈസ് അത് നിങ്ങൾ എന്താ പറഞ്ഞ നാട്ടിലെ പ്രൈസ് കൊടുക്കുള്ളൂ. നാട്ടിലെ പ്രൈസ് ദുബായ് കിട്ടില്ല കേട്ടോ. അല്ല, പ്രൈസ് അല്ല, നാട്ടിൽ നിന്ന് അയച്ചാ പോരെ. നിങ്ങൾ ദുബായ് നമുക്കിപ്പോ അയക്കാൻ പറ്റും. ദുബായിൽ നിങ്ങൾക്ക് പോസ്റ്റ് ബോക്സ് ഉണ്ടോ? അല്ലെ പോസ്റ്റ് ഓഫീസിൽ പോകാൻ പറ്റുമോ? ഇവിടെ വരാറുണ്ട്. ഇവിടെ ഞാൻ വീട്ടിൽ ജോലിക്ക് നിൽക്കുക, സാറിനൊക്കെ വരാറുണ്ട് പോസ്റ്റിൽ. പുറത്ത് നിങ്ങൾ പോയി ഞാൻ ദുബൈക്ക് കൊടുത്തയച്ചാൽ ഇവിടുന്ന് പോയി കളക്ട് ചെയ്യാനും പറ്റില്ലല്ലോ അല്ലെ?
ഞാൻ ചോദിച്ചു നോക്കട്ടെ. 2 വഴികളുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിക്കാനുള്ള കൊറിയർ ഉണ്ട്, പക്ഷെ അത് നല്ല എക്സ്പെൻസീവ് ആണ്. ഇവിടെ 33 ദിറംസ് കൊടുക്കണം. കൊറിയർ വീട്ടിലേക്ക് വരും. വെയിറ്റിനനുസരിച്ച് സാറേ? അല്ല, വെയിറ്റ് ഇല്ല അത്രയും സാധനം. അത് പോസ്റ്റ് ഓഫീസ് അവർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് വീട്ടിലേക്ക് ഡെലിവറിക്ക് 33 ദിറംസ് ആണ്. അത് കുഴപ്പമില്ല, അത് ഞാൻ വാങ്ങിച്ചോളൂ. അതാണെങ്കിൽ ഞാൻ അയച്ചുതരാം, നാളെ തന്നെ അയച്ചുതരാം. പോസ്റ്റ് ഇവിടുത്തെ എത്ര അയക്കേണ്ട? നാട്ടിൽ നിന്ന് എന്റെ മോനാ പൈസ ഇടുക, അതാ ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഇവിടെ പുസ്തകം നാട്ടിൽ പേയ്മെന്റ് ചെയ്താൽ ഇവിടെ തരാൻ പറ്റില്ല. അത് കുറച്ച് ലീഗലി വിഷയമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് അയക്കാനും പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ നാട്ടിലേക്ക് തന്നെ പുസ്തകം എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആരും വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞൂടെ? അല്ല, ഇവിടെ പേയ്മെന്റ് അയക്കാൻ പറ്റാതെ അല്ല, എനിക്ക് ഈ മാസം ലാസ്റ്റ് പറ്റുള്ളൂ. എനിക്ക് സാലറി കിട്ടിയാല് ADCB ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, ഞാൻ അയക്കാറുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. സാലറി കിട്ടണം 30-ാം തീയതി. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഈ 33, 50 നല്ല പൈസയില്ലേ നാട്ടില്? 800 രൂപയിലധികം നിങ്ങൾ കൊറിയർ ചാർജ് മാത്രമായിട്ട് അയക്കണം. അത് കുഴപ്പമില്ല സാറേ. യു എയിൽ ഒരു അഡ്മിൻ നമ്പർ ആ ഗ്രൂപ്പിനകത്ത് കാണും, നിങ്ങൾക്ക് അതിനൊന്ന് വിളിച്ചോളൂ. ഞാൻ അയച്ചായിരുന്നു, എനിക്ക് ഈ ആഴ്ച പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അയക്കും. എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ചെക്ക് ചെയ്തിരുന്നു ഇത് ഇവിടെ അയക്കാനുള്ള. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. നിങ്ങൾ അവരെന്നെ ബന്ധപ്പെട്ടോളൂ കേട്ടോ, നമുക്ക് ശരിയാക്കാം. ഓക്കെ, വനസ്പതി പറഞ്ഞു. വനസ്പതി പറഞ്ഞു. സാറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, നാളെ സംസാരിക്കാൻ. നാളെയോ? നാളെ അപ്പോയിന്റ്മെന്റ് കിട്ടില്ല. എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഞാൻ തരില്ല. നാളെ ഞാൻ നല്ല തിരക്കാ ഓഫീസിൽ. നാളത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അതെ, അവര് തന്നിട്ടുണ്ടായിരുന്നു മാഡം. തന്നിട്ടുണ്ട്, പക്ഷെ എന്റെ ഓഫീസ് നല്ല ടൈറ്റ്, എന്റെ ടൈമില് നല്ല ടൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നാളെ എടുക്കാൻ 90% സാധ്യതയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. നോക്കാം, നല്ല ടൈറ്റ് ഓഫീസ്, നല്ല തിരക്കിലാണ്. നോക്കാം നമുക്ക്. ശരി, എന്നാ മറ്റൊന്നുമില്ലല്ലോ. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.